ഫൈൻഡ് ദ വാല്യൂ ഓഫ് കോസ് ഓഫ് സീക്ക് ഇൻവേഴ്സ് എക്സ് പ്ലസ് കൊസീക്ക് ഇൻവേഴ്സ് എക്സ്. ഓക്കെ, അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇതൊരു ഈസി ക്വസ്റ്റൻ അല്ലയോ. സീക്ക് ഇൻവേഴ്സ് എക്സ് പ്ലസ് കൊസീക്ക് ഇൻവേഴ്സ് എക്സ് എന്താ? സീക്ക് ഇൻവേഴ്സ് നമ്മൾ പ്രോപ്പർട്ടി പഠിച്ചിട്ടുണ്ട് അല്ലയോ. സീക്ക് ഇൻവേഴ്സ് എക്സ് പ്ലസ് കൊസീക്ക് ഇൻവേഴ്സ് എക്സ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? അത് π/2 ആയിരിക്കും. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ കണ്ടുപിടിക്കേണ്ടത് എന്താ? കോസ് π/2. കോസ് π/2 എത്രയാടേ? കോസ് π/2 0. അപ്പോൾ ആൻസർ എന്താ? 0. ഈസി അല്ലയോ? ഒരു ഈസി ക്വസ്റ്റൻ ആയിരുന്നു. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. അവിടെ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വരികയെന്ന് വിചാരിക്കുക. കോട്ട് ഇൻവേഴ്സ് ഓഫ് 1/√(x² - 1). ഓക്കെ, ഇതിനെ സിംപ്ലസ്റ്റ് ഫോമിൽ എഴുതാനായിട്ടൊരു ക്വസ്റ്റ്യൻ വന്ന് വിചാരിക്കുക. ഇതിനെ സിംപ്ലസ്റ്റ് ഫോമിൽ എഴുതാനായിട്ടൊരു ക്വസ്റ്റ്യൻ വന്ന് വിചാരിക്കുക. എങ്ങനെ ചെയ്യാൻ പറ്റും? കോട്ട് ഇൻവേഴ്സ് ഓഫ് 1/√(x² - 1). അതാ നോക്കിയേ, ഞാനിവിടെ എക്സിന് എന്ത് കൊടുക്കാൻ പോവാ? എക്സ് ഈസ് ഈക്വൽ ടു ടാൻ സീക്ക് തീറ്റ കൊടുക്കാൻ പോവുക. എക്സിന് എന്ത് കൊടുക്കാൻ പോവുക? സീക്ക് തീറ്റ കൊടുക്കാൻ പോവുക. കാരണം എന്താ? നിങ്ങൾക്കറിയാം, നമ്മൾ ഇങ്ങനെ ഒരു പ്രോപ്പർട്ടി പഠിച്ചിട്ടുണ്ട്. അതാ നോക്കിയേ, sec² θ മൈനസ് tan² θ എന്താ? 1 അല്ലയോ. അല്ലെങ്കിൽ sec² θ മൈനസ് 1 എനിക്ക് എങ്ങനെ എഴുതാം? tan² θ എന്ന് എഴുതാം അല്ലയോ. ഇവിടെ എക്സിന് സീക്ക് കൊടുത്തു കഴിഞ്ഞാൽ sec² θ മൈനസ് 1 എന്ന് പറയുന്ന സാധനം കിട്ടത്തില്ലയോ. അതിന് എനിക്ക് എങ്ങനെ എഴുതാം? √tan² θ എന്ന് എഴുതാം. അതെന്താവും? 1/tan θ ആവും. 1/tan എന്താവും? കോട്ടാവും. അപ്പോൾ കോട്ട് ഇൻവേഴ്സും കോട്ടും കൂടെ എന്ത് ചെയ്യും? ക്യാൻസൽ ചെയ്ത് പോകും. ഓക്കെ, അപ്പോൾ ഇങ്ങനെയുള്ള സാധനം കണ്ടു കഴിഞ്ഞാൽ നമുക്കറിയാം √1 - x² എന്നൊക്കെ വരുമ്പോഴത്തേക്ക് നമ്മൾ എന്ത് വരും ചെയ്തത്? നമ്മൾ അതിനൊന്നെങ്കിൽ സൈൻ കൊടുത്ത് അല്ലെങ്കിൽ എന്ത് ചെയ്ത്? കോസ് കൊടുത്തല്ലയോ. അപ്പം 1 - sin² x cos² x എന്ന് എഴുതാം, അല്ലെങ്കിൽ 1 - cos² x sin² x എന്ന് എഴുതാം. അപ്പം നമ്മൾ 1 - x² എന്നൊക്കെ ഉള്ള ഫോമിൽ വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? എക്സിന് എന്ത് ചെയ്യും? ഒന്നുകിൽ സൈൻ കൊടുക്കും, അല്ലെങ്കിൽ എന്ത് ചെയ്യും? കോസ് തീറ്റ കൊടുക്കും അല്ലയോ. ഇതാണ് ജനറലി നമ്മൾ ചെയ്യുന്നത്. ഇനി x² - 1 എഴുതാലോ. √(x² - 1). x² - 1 എഴുതി കഴിഞ്ഞാൽ നമുക്കറിയാം എക്സിന് നമ്മൾ എന്ത് കൊടുക്കുക? സീക്ക് കൊടുത്താൽ മതിയാവും. സീക്ക് കൊടുത്താൽ നമുക്കതിനെ സിംപ്ലിഫൈ ചെയ്യാൻ പറ്റും അല്ലയോ. sec² θ - 1, x² - 1. ഇനി അതേപോലെ ഇതാ നോക്കിയേ, ഇനി ഇതാണ്ട് 1 + x² എന്ന് വരിക. √1 + x² എന്ന് വരിക. അങ്ങനെയാണെങ്കിൽ ആരെ കൊടുക്കും? 1 + x². ശരിക്കും പറഞ്ഞാൽ താണ്ട നോക്കിയേ, 1 + x² വന്ന് ആരാ? താണ്ട sec² θ ഈസിക്കൽ എന്തെന്ന് എഴുതാം? 1 + tan² θ എന്ന് എഴുതാം അല്ലയോ. അപ്പോൾ 1 + x² എന്നൊക്കെ വന്നു കഴിഞ്ഞാൽ എക്സിന് എന്ത് കൊടുക്കാം? നമുക്ക് ടാൻ കൊടുക്കാം അല്ലയോ. ടാൻ കൊടുത്തു കഴിഞ്ഞാൽ √1 + tan² θ ആവും. അത് sec² θ ആവും. √sec² θ വെറും sec θ ആവും. സോ അങ്ങനെ സിംപ്ലിഫൈ ചെയ്യുക അല്ലയോ. അപ്പോൾ ഇതൊന്ന് ജസ്റ്റ് ഒന്ന് ഓലോചിച്ച് ചെയ്യുക. √1 - x² വന്നു കഴിഞ്ഞാൽ നമ്മൾ മോസ്റ്റ് കോമൺ ആയിട്ട് ഒന്നെങ്കിൽ സൈൻ അല്ലെങ്കിൽ കോസ് കൊടുക്കും. x² - 1 വരുവാണെങ്കിൽ നമ്മൾ സീക്ക് കൊടുക്കും. √1 + x² വരുവാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ടാൻ കൊടുക്കും. ഓക്കെ, അപ്പോൾ ഇതൊന്നും ഇങ്ങനെ കാണാതെ പിടിച്ചൊന്നും വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. ശരിക്കും പറഞ്ഞാൽ ഈ ഇക്വേഷൻസ് കാണുമ്പോൾ നമുക്കറിയാം ഏത് കൊടുത്താൽ നമുക്ക് സിംപ്ലിഫൈ ചെയ്യാൻ പറ്റുമെന്ന്. അപ്പോൾ ഇക്വേഷൻസുമായിട്ട് നല്ലൊരു എന്ത് വേണം? ഒരു ബന്ധം വേണം. ഓക്കെ, അപ്പോൾ അതാ നോക്കിയാൽ അത് ഞാൻ പറഞ്ഞില്ലേ, അത് നേരത്തെ പറഞ്ഞതുപോലെ നമ്മളിങ്ങനെ ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്ത് മാത്രമേ എന്ത് ചെയ്യത്തുള്ളൂ? അതുണ്ടാകത്തുള്ളൂ. ഇത് ജസ്റ്റ് ഒന്ന് ആലോചിച്ച് വെച്ചേക്കുക. പ്രോബ്ലത്തിൽ വരുമ്പോൾ മോസ്റ്റ് കോമൺ ആയിട്ട് നമ്മൾ എങ്ങനെ തന്നെ ആയിരിക്കും? ഇത് തന്നെയായിരിക്കും എന്ത് ചെയ്യുന്നത്? യൂസ് ചെയ്യുന്നത്. ഓക്കെ, അല്ലാതെ ഇത് കാണാതെ പിടിച്ചൊന്നും വെച്ചേക്കരുത്. ആ ഇക്വേഷൻ വേണം നമുക്ക് എന്ത് ചെയ്യാൻ? ഈ ഇക്വേഷൻസ് വേണം നമ്മൾ എന്ത് ചെയ്യാൻ? കാണാതെ പിടിച്ച് വെച്ചേക്കാൻ. ഓക്കെ, അപ്പോൾ കോട്ട് ഇൻവേഴ്സ് ഓഫ് 1/√(x² - 1). അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? കോട്ട് ഇൻവേഴ്സ് ഓഫ് 1/ ഞാൻ എന്ത് കൊടുത്തു? എക്സിന് സീക്ക് തീറ്റ കൊടുത്തു. അങ്ങനെയാണെങ്കിൽ നമുക്ക് പറയാം θ ഈസിക്കൽ എന്താ? സീക്ക് ഇൻവേഴ്സ് എക്സ്. അതോടെ കിടക്കട്ടെ. എക്സിന് സീക്ക് തീറ്റ കൊടുക്കുമ്പോൾ √sec² θ - 1 എന്ന് വരും. √sec² θ - 1 എന്ന് വരും. സോ കോട്ട് ഇൻവേഴ്സ് ഓഫ് 1/√sec² θ - 1 എന്തോടെ? sec² θ - 1 എന്ന് പറഞ്ഞാൽ tan² θ അല്ലയോ. √tan² θ which is equal to cot inverse of 1/tan θ എന്ന് വരും അല്ലയോ. tan² θ √tan² എന്താവും? tan ആവും. 1/tan θ. 1/tan എന്താണ്? കോട്ട അല്ലയോ. സോ കോട്ട് ഇൻവേഴ്സ് ഓഫ് കോട്ട് തീറ്റ വിച്ച് ഈസ് ഈക്വൽ ടു എന്ത് വരും? തീറ്റ എന്ന് വരും. ഇനി നമുക്കറിയാം തീറ്റ എന്ന് പറഞ്ഞാൽ എന്താ? സീക്ക് ഇൻവേഴ്സ് എക്സ്. ഓക്കെ, സോ ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെ ഏറ്റവും സിംപ്ലസ്റ്റ് ഫോം എന്താ? ഈ കോട്ട് ഇൻവേഴ്സ് ഓഫ് 1/√(x² - 1) എന്ന് പറയുന്ന സാധനത്തിൻ്റെ ഏറ്റവും സിംപ്ലസ്റ്റ് ഫോം എന്താ? സീക്ക് ഇൻവേഴ്സ് എക്സ്. ഈസി അല്ലയോ ചെയ്യാൻ? ഈസി ആയിട്ട് ചെയ്യാം. ഓക്കെ, സോ നോക്കാം. അങ്ങനെ നീ അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. നമ്മൾ നമ്മുടെ NCERT എക്സസൈസിലോട്ട് കയറിയല്ലോ. NCERT 2.2 എക്സസൈസിലോട്ട് കയറി. ഇവിടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ആദ്യത്തെ ഒരു 4 ക്വസ്റ്റ്യൻ എന്താ? പ്രൂവ് ചെയ്യാനാണ്. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താ? 3 sin inverse x ഈസ് ഈക്വൽ ടു sin inverse ഓഫ് 3x - 4x³. അതേപോലെ രണ്ടാമത് അതേപോലെ കോസിൻ്റെ ഒരു ക്വസ്റ്റ്യൻ കിടപ്പുണ്ട്. 3, 4 നമുക്ക് ടാൻ്റെയും 2 ക്വസ്റ്റ്യൻ കിടപ്പുണ്ട്. ഓക്കെ, അപ്പോൾ ഇത് കാണുമ്പോൾ തന്നെ ഒരു ഐഡിയ നിങ്ങൾക്ക് കിട്ടണം. ഓക്കെ, ഇത് ഇപ്പം നമ്മൾ കുറച്ച് ക്വസ്റ്റ്യൻസ് എല്ലാം സോൾവ് ചെയ്ത് വർക്കൗട്ട് ചെയ്ത് വന്നതാണ്. അതുകൊണ്ട് നമുക്ക് ഇത് കാണുമ്പോൾ ഒരു ഐഡിയ കിട്ടും ഇല്ലയോ? എന്താ ഐഡിയ? അതാ നോക്കിയാൽ 3 sin inverse x
അതിനകത്ത് കിടക്കുന്ന സാധനം എന്താ? സൈൻ ഇൻവേഴ്സ് ഓഫ് 3x മൈനസ് 4x ക്യൂബ്. അത് കാണുമ്പോൾ നമുക്കറിയാം ഇല്ലയോ, 3 സൈൻ തീറ്റ മൈനസ് 4 സൈൻ ക്യൂബ് തീറ്റ ആയിരുന്നെങ്കിലോ അതിന് എനിക്ക് സൈൻ 3 തീറ്റ എന്ന് എഴുതാം ഇല്ലയോ. സൈൻ 3 തീറ്റ നമ്മൾ പഠിച്ചതായത് സൈൻ 3 തീറ്റ എന്ന് പറഞ്ഞാൽ എന്താ? 3 സൈൻ തീറ്റ മൈനസ് 4 സൈൻ ക്യൂബ് തീറ്റ. അപ്പോൾ ഇവിടെ സൈൻ 3 തീറ്റ എന്നായി കഴിഞ്ഞാൽ സൈൻ ഇൻവേഴ്സും സൈനും കൂടെ കട്ട് ചെയ്ത് പോകത്തില്ലയോ? അങ്ങനെ കട്ട് ചെയ്ത് നമുക്കിത് പ്രൂവ് ചെയ്തുകൂടെ? പ്രൂവ് ചെയ്യാൻ പറ്റും ഇല്ലയോ. അതേപോലെ താഴത്തെ നോക്കിയേ, 4 കോസ് ക്യൂബ് തീറ്റ മൈനസ് 3 കോസ് തീറ്റ. അതെന്ന് പറഞ്ഞാലും എന്താ കഴിഞ്ഞാൽ കോസ് 3 തീറ്റ ഇല്ലയോ അല്ലയോ. അപ്പോൾ കോസ് ഇൻവേഴ്സും കോസും ക്യാൻസലായി പോയിട്ട് എന്ത് വരും? 3 തീറ്റ എന്ന് വരും. അപ്പോൾ തീറ്റയ്ക്ക് എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി? കോസ് ഇൻവേഴ്സ് എക്സ് എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി ഇല്ലയോ. നമ്മൾ ഇതുപോലുള്ള മുന്നേ കണക്ക് ചെയ്താൽ ടാൻ ഇൻവേഴ്സിൻ്റെ കണക്ക് ചെയ്താൽ അപ്പോൾ ഇത് കാണുമ്പോൾ എന്ത് ചെയ്യും? ഒരു ഐഡിയ കിട്ടും. ഇനി അതേപോലെ താണ്ടെ ടാൻ ഇൻവേഴ്സ് എക്സ് പ്ലസ് മൂന്നാമത്തെ ക്വസ്റ്റ്യൻ എന്താ ചെയ്യാം? നമുക്കറിയാം എക്സ് 2/11 വൈ 7/24. അതായത് 2/11 ഇൻറ്റു 7/24 എന്ന് പറഞ്ഞാൽ എപ്പോഴും എന്തായിരിക്കും? ലെസ് ദാൻ 1 ആയിരിക്കത്തില്ലൂടെ. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, 14/24 ഇൻറ്റു 11 എപ്പോഴും അത് എന്ത് തന്നെ ആയിരിക്കും? അത് ലെസ് ദാൻ 1 ആയിരിക്കും അല്ലയോ. അപ്പോൾ നമുക്ക് പ്രോപ്പർട്ടി ടാൻ ഇൻവേഴ്സ് എക്സ് പ്ലസ് ടാൻ ഇൻവേഴ്സ് വൈ എന്ന് പറയുന്ന പ്രോപ്പർട്ടി ഡയറക്റ്റ് എന്ത് ചെയ്യാം? അപ്ലൈ ചെയ്യാൻ പറ്റും. ഇവിടെ അപ്ലൈ ചെയ്യാൻ പറ്റുമോ? ഇവിടെയും നമുക്ക് അപ്ലൈ ചെയ്യാം. എക്സും വൈയും നോക്കിക്കഴിഞ്ഞാൽ ഇവിടെയും നമുക്ക് എന്ത് ചെയ്യാം? അപ്ലൈ ചെയ്യാം. സോ ഈ 4 ക്വസ്റ്റ്യൻ ചെയ്യാനുള്ള ഐഡിയ എല്ലാം നമ്മുടെ ഇരിപ്പുണ്ട്. ആദ്യം തനിയെ നിങ്ങളൊന്ന് ചെയ്തു നോക്കുക. തനിയെ ചെയ്തിട്ട് കിട്ടുന്നില്ലെങ്കിൽ എന്ത് ചെയ്യുക? നമുക്ക് കൂടെ ചെയ്യാം. ഓക്കെ. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഞാൻ എന്തായാലും ചെയ്യാം. വീഡിയോ പോസ് ചെയ്തിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക? തനിയെ ഈ 4 ചെയ്യാനുള്ള ഒരു ഐഡിയ തന്നിട്ടുണ്ട്. അത് വെച്ചിട്ട് എന്ത് ചെയ്യുക? ചെയ്തു നോക്കുക. ഓക്കെ. ചെയ്തിട്ട് കിട്ടിയില്ലെങ്കിൽ ബാക്കി വീഡിയോ നോക്കുക. നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താ? ഇത് പ്രൂവ് ചെയ്യാനാണ് ഞാൻ ആദ്യമേ RHS എടുത്ത് എന്ത് ചെയ്ത്? RHS എടുത്ത്. RHS എന്താ കിടക്കുന്നത്? സൈൻ ഇൻവേഴ്സ് ഓഫ്, ഓക്കെ, RHS ഈസ് ഈക്വൽ ടു എന്താ? സൈൻ ഇൻവേഴ്സ് ഓഫ് 3x മൈനസ് 4x ക്യൂബ്. ഓക്കെ. എനിക്കറിയാം സിംപ്ലിഫൈ ചെയ്യാനോ പ്രൂവ് ചെയ്യാനോ ഒക്കെ ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? എക്സിന് ഒരു സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കും. എക്സിന് എന്താ കൊടുക്കുക ഇവിടെ? എക്സ് ഈസ് ഈക്വൽ ടു സൈൻ തീറ്റ ഞാൻ എന്ത് ചെയ്യുക? സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അങ്ങനെയാണെങ്കിൽ എനിക്ക് മനസ്സിലാവും ഇതെന്താ? സൈൻ ഇൻവേഴ്സ് ഓഫ് 3 സൈൻ തീറ്റ മൈനസ് 4 സൈൻ ക്യൂബ് തീറ്റ വിച്ച് ഈസ് ഈക്വൽ ടു സൈൻ ഇൻവേഴ്സ് ഓഫ്, നമുക്കറിയാം 3 സൈൻ തീറ്റ മൈനസ് 4 സൈൻ ക്യൂബ് തീറ്റ എന്താണ്? സൈൻ 3 തീറ്റ ഇല്ലയോ. സൈൻ 3 തീറ്റ. സോ ഇതെന്താവും? സൈൻ 3 തീറ്റ ആവും. അങ്ങനെ സൈൻ ഇൻവേഴ്സും സൈനും ക്യാൻസലായി പോയി ബാക്കി എന്ത് വരും? 3 തീറ്റ വരും. അപ്പോൾ RHS ഈസ് ഈക്വൽ ടു എന്തോന്ന്? 3 തീറ്റ വന്ന്. 3 തീറ്റ എന്ന് പറഞ്ഞാൽ എന്താ? 3 ഇൻറ്റു തീറ്റ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ എക്സ് ഈസ് ഈക്വൽ ടു സൈൻ തീറ്റ കൊടുത്തത് ഇല്ലയോ. സോ തീറ്റ ഈസ് ഈക്വൽ ടു എന്താ? സൈൻ ഇൻവേഴ്സ് എക്സ്. സോ 3 സൈൻ ഇൻവേഴ്സ് എക്സ്. ഓക്കെ ഇല്ലയോ. ഓക്കെ. സോ LHS നമ്മുടെ RHS എന്തായിട്ട് വന്ന്? 3 സൈൻ ഇൻവേഴ്സ് എക്സ് ആയിട്ട് വന്നു. നമ്മുടെ LHS എന്തായിരുന്നു? 3 സൈൻ ഇൻവേഴ്സ് എക്സ്. സോ LHS ഈസ് ഈക്വൽ ടു എന്താ? RHS. RHS എന്തായിടേ? ഈക്വലായി ഇല്ലയോ. ഈക്വലായി. അങ്ങനെ നമുക്ക് എന്ത് ചെയ്ത്? ഈസി ആയിട്ട് പ്രൂവ് ചെയ്ത്. അങ്ങനെ ഇതാട്ടെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കിയേ. 3 cos inverse x is equal to cos inverse of 4x cube minus 3x. എന്ത് ചെയ്യും? x is equal to cos theta സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. തീറ്റ is equal to x എന്താ വരും? cos inverse x എന്ന് നമുക്ക് പറയാം. ഓക്കെ. അങ്ങനെ ഏതാ നോക്കിയേ? 3 cos. ഞാൻ അതേപോലെ നേരത്തെ മുന്നേ എടുത്തതുപോലെ ഞാൻ RHS എടുക്കുക. RHS എടുത്തു. ഓക്കെ. RHS എന്തായിരുന്നു? RHS is equal to cos inverse of 4x cube minus 3x which is equal to cos inverse of 4 cos cube theta minus 3 cos theta എന്ന് പറഞ്ഞാൽ എന്താ? 4 cos cube theta minus 3 cos theta എന്താടേ? അത് cos 3 theta which is equal to cos inverse of cos 3 theta which is equal to 3 theta എന്ന് വരും ഇല്ലയോ. 3 into which is equal to 3 into theta എന്താ? cos inverse x. 3 cos inverse x. ഓക്കെ. which is equal to എന്താ? LHS. അതായത് RHSഉം LHSഉം എന്തായി? ഈക്വലായി. ഹെൻസ് പ്രൂവ്ഡ്. ഈസി ആയിട്ട് പ്രൂവ് ചെയ്തൂടെ? സുഖമായിട്ട് പ്രൂവ് ചെയ്യാം. അങ്ങനെ ഏതാ നോക്കിയാൽ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. tan inverse 2/11 plus tan inverse 7/24 is equal to tan inverse 1/2. നമുക്കറിയാം x into y എന്താ ഇവിടെ? എന്താ ഇവിടെ? 2/11 ഇൻറ്റു 7/24 അല്ലയോ. കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? 14 അല്ലയോ. 2 അതായത് 1/22 എന്ന് കിട്ടും. ഓക്കെ. എന്ത് കിട്ടും? 1/22 എന്ന് കിട്ടും അല്ലയോ. സോ 1/22 എന്താ? ലെസ് ദാൻ 1 നമുക്കറിയാം. സോ നമുക്ക് ഡയറക്റ്റ് എന്ത് ചെയ്യാം? പ്രോപ്പർട്ടി അപ്ലൈ ചെയ്യാം. പ്രോപ്പർട്ടി എന്തായാലും നമ്മുടെ ടാൻ ഇൻവേഴ്സ് എക്സ് പ്ലസ് ടാൻ ഇൻവേഴ്സ് വൈ എന്ന് പറഞ്ഞാൽ എന്താ? ടാൻ ഇൻവേഴ്സ് ഓഫ് എക്സ് പ്ലസ് വൈ. ഇതായിരുന്നു എക്സ്, ഇതായിരുന്നു വൈ.
സോ എക്സ് പ്ലസ് വൈ 2/11 പ്ലസ് 7/24 ഡിവൈഡഡ് ബൈ 1 മൈനസ് 2/11 ഇൻറ്റു 7/24 വിച്ച് ഈസ് ഈക്വൽ ടു ടാൻ ഇൻവേഴ്സ് ഓഫ് നോക്കിയാൽ ഇവിടെ 24 ഇൻറ്റു 2 അല്ലേ 24 ഇൻറ്റു 2 പ്ലസ് 7 ഇൻറ്റു 11 നമുക്ക് 77 എഴുതാം അല്ലയോ അങ്ങനെ തന്നെ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്ത് തന്നെ എഴുതാം ഓക്കെ സോ 24 ഇൻറ്റു 2 എത്ര 24 ഇൻറ്റു 2 48 വരും 48 പ്ലസ് 77 ദ ഹോൾ ഡിവൈഡഡ് ബൈ എന്ത് വരും 11 ഇൻറ്റു 24 ദ ഹോൾ ഡിവൈഡഡ് ബൈ അത് നമുക്ക് മൾട്ടിപ്ലൈ ചെയ്ത് എഴുതേണ്ട ആവശ്യമില്ല കാരണം നമുക്ക് താഴെ ഒരു 11 ഇൻറ്റു 24 എന്ത് ചെയ്യും വരും അത് രണ്ടും കൂടെ ക്യാൻസൽ ചെയ്ത് കളയല്ലോ താഴെ എന്ത് വരും താഴെ 11 ഇൻറ്റു 24 മൈനസ് 2 ഇൻറ്റു 7 2 ഇൻറ്റു 7 14 ദ ഹോൾ ഡിവൈഡഡ് ബൈ എന്താ 11 ഇൻറ്റു 24 ഓക്കെ സോ ഈ 11 ഇൻറ്റു 24 ഈ 11 ഇൻറ്റു 24 എന്ത് ചെയ്യും ക്യാൻസൽ ആയി പോകും നമുക്ക് ടാൻ ഇൻവേഴ്സ് ഓഫ് മുകളിൽ എന്ത് വരും ഇവിടെ 48 പ്ലസ് 77 നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും 77 87 97 107 117 8 125 അല്ലേ സോ 125 ഡിവൈഡഡ് ബൈ 11 ഇൻറ്റു 24 11 ഇൻറ്റു 24 എത്ര 10 ഇൻറ്റു 24 എത്ര കിട്ടും 240 കിട്ടും 240 കൂടെ ഒരു 24 ഉണ്ട് അല്ലേ 11 ഇൻറ്റു 24 എന്ന് പറഞ്ഞാൽ എത്ര 24 11 വട്ടം അപ്പോൾ 24 10 വട്ടമാകുമ്പോൾ തന്നെ 240 ഇനി ഒരു വട്ടം കൂടി 24 വരത്തില്ലയോ അപ്പോൾ 240 24 240 250 264 അല്ലേ 264 നിന്ന് 14 എത്ര 250 കിട്ടും ഓക്കെ വിച്ച് ഈസ് ഈക്വൽ ടു ടാൻ ഇൻവേഴ്സ് ഓഫ് 125 250 കൂടെ കട്ട് ചെയ്താൽ 1/2 പ്രൂവ് ആയില്ലയോ പ്രൂവ് ആയി ഈസി ആയിട്ട് പ്രൂവ് ചെയ്യാൻ പറ്റില്ലയോ സിമ്പിൾ കണക്ക് നോക്കാം അങ്ങനെ നിങ്ങൾ ഡയറക്റ്റ് പ്രോപ്പർട്ടി യൂസ് ചെയ്തിട്ടുള്ളൊരു സിമ്പിൾ ക്വസ്റ്റ്യൻ 2 tan inverse 1/2 plus tan inverse 1/7 is equal to tan inverse of 31/17 ഓക്കെ അപ്പോൾ ഈ ക്വസ്റ്റ്യൻ വേണമെങ്കിൽ നിങ്ങൾക്ക് രണ്ട് രീതി ചെയ്യാം എങ്ങനെ ചെയ്യാം നമുക്ക് ഒന്നുകിൽ നമ്മുടെ പ്രോപ്പർട്ടി യൂസ് ചെയ്യാം 2 tan inverse 1/2 is equal to എന്താ 2 tan inverse x എന്ന് പറഞ്ഞാൽ എന്താ പ്രോപ്പർട്ടി നമുക്കറിയാം 2 tan inverse x എന്താ tan inverse of 2x divided by 1 minus x square അല്ലയോ ഇവിടെ എക്സിന് പകരം വന്നേക്കുന്നത് എന്താ 1/2 സോ 2 ഇൻറ്റു 1/2 2x ഡിവൈഡഡ് ബൈ 1 മൈനസ് എച്ച് സ്ക്വയർ എച്ച് സ്ക്വയർ എന്താ ഇവിടെ എച്ച് സ്ക്വയർ എന്ന് പറഞ്ഞാൽ 1/4 അല്ലയോ 1/2ൻ്റെ സ്ക്വയർ എന്താവും 1/4 സോ ഇതിനെ നമുക്ക് എങ്ങനെ മാറ്റി എഴുതാം ടാൻ ഇൻവേഴ്സ് ഓഫ് 2 1/2 കൂടെ 1 ആവും ഡിവൈഡഡ് ബൈ 4 മൈനസ് 1 3 ഡിവൈഡഡ് ബൈ 4 അല്ലേ 3/4 ആ 4നെ നമുക്ക് മേളിൽ എഴുതാം ഓക്കെ സോ ടാൻ ഇൻവേഴ്സ് ഓഫ് എന്ത് വരും 4/3 എന്ന് വരും ഓക്കെ അപ്പോൾ ഇത് എഴുതിയത് എന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞില്ല ഇതെല്ലാം സിമ്പിൾ ആൽജിബ്രാസാണ് ഇത് നിങ്ങൾ എന്ത് ചെയ്യുക തനിയെ ചെയ്ത് തന്നെ പഠിക്കുക അപ്പോൾ എന്തെങ്കിലും കൺഫ്യൂഷനോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നമുക്ക് ഗ്രൂപ്പിൽ ചോദിച്ചാൽ മതി അല്ല എന്ത് ചെയ്യുക സമയം എടുത്ത് പതിയെ ചെയ്താൽ മതി ചെയ്ത് എന്ത് ചെയ്താൽ മതി ശീലിച്ചാൽ മതി ഓക്കെ സോ ഇതെന്ത് കിട്ടി ടാൻ ഇൻവേഴ്സ് 4/3 കിട്ടി ടാൻ ഇൻവേഴ്സ് 4/3 കിട്ടി അപ്പോൾ എനിക്ക് ഇതിനെ വേണമെങ്കിൽ എന്ത് ചെയ്യാം റീപ്ലേസ് ചെയ്യാം അതിനെ എങ്ങനെ എഴുതാം ടാൻ ഇൻവേഴ്സ് ഓഫ് 4/3 എന്ന് എഴുതാം പ്ലസ് ടാൻ ഇൻവേഴ്സ് ഓഫ് 1/7 എന്ന് എഴുതാം വിച്ച് ഈസ് ഈക്വൽ ടു നമുക്ക് ഇതിനെ ഒന്നുകൂടെ ചെയ്യാം ടാൻ ഇൻവേഴ്സ് എക്സ് പ്ലസ് ടാൻ ഇൻവേഴ്സ് വൈ അല്ലേ നമ്മുടെ ആ പ്രോപ്പർട്ടി യൂസ് ചെയ്യാം ടാൻ ഇൻവേഴ്സ് എക്സ് പ്ലസ് ടാൻ ഇൻവേഴ്സ് വൈ എന്ന് പറയുന്ന പ്രോപ്പർട്ടി യൂസ് ചെയ്യാം സോ ടാൻ ഇൻവേഴ്സ് എക്സ് പ്ലസ് ടാൻ ഇൻവേഴ്സ് വൈ യൂസ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും ടാൻ ഇൻവേഴ്സ് ഓഫ് ഓക്കെ ടാൻ ഇൻവേഴ്സ് എക്സ് പ്ലസ് ടാൻ ഇൻവേഴ്സ് വൈ എന്തായിരുന്നല്ലേ എക്സ് പ്ലസ് വൈ ഡിവൈഡ് ബൈ 1 മൈനസ് എക്സ് വൈ അല്ലയോ നമുക്കൊരു കണ്ടീഷൻ ഉണ്ടായിരുന്നു എക്സ് ഇൻറ്റു വൈ എപ്പോഴും എന്തായിരിക്കണം ലെസ് ദാൻ 0 അല്ല ലെസ് ദാൻ എന്തായിരിക്കണം 1 ആയിരിക്കണം ലെസ് ദാൻ എന്തായിരിക്കണം 1 ആയിരിക്കണം ഓക്കെ അപ്പോൾ ഈ പ്രോപ്പർട്ടി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു കണ്ടീഷൻ നിങ്ങൾക്ക് എൻ സി ആർ ടിയിൽ പ്രത്യേകം ഒന്നും എടുത്ത് പറഞ്ഞിട്ടില്ലെങ്കിലും ഇങ്ങനൊരു കണ്ടീഷൻ ഉണ്ട് നിങ്ങളുടെ എൻ സി ആർ ടിയിൽ വരുന്ന പ്രോബ്ലംസ് എല്ലാം എന്തായിരിക്കും ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന പ്രോബ്ലംസ് ആയിരിക്കും ഓക്കെ ഇവിടെ അതാ നോക്കിയേ ഇവിടെ 4/3 ഇൻറ്റു 1/7 ചെയ്ത് നോക്ക് 4/3 ഇൻറ്റു 1/7 എപ്പോഴും എന്തായിരിക്കും ലെസ് ദാൻ 1 ആയിരിക്കും ഓക്കെ നമുക്ക് പ്രോപ്പർട്ടി ധൈര്യമായിട്ട് യൂസ് ചെയ്യാം 4/3 പ്ലസ് 1/7 the whole divided by 1 minus 4/3 into 1/7 which is equal to tan inverse of 4/3 plus 1/7 എത്രയായി 28 31 ഡിവൈഡഡ് ബൈ 7 into 3 ഉണ്ട് 7 into 3 the whole divided by താഴോ 21 നിന്ന് 4 പോയി കഴിഞ്ഞാൽ 17 into 3 ഓക്കെ സോ 7 into 3 എന്ത് ചെയ്യാം ഡിനോമിനേറ്റർ കിടക്കുന്നത് കട്ട് ചെയ്യാം ബാക്കി എന്ത് വരും നമുക്ക് ടാൻ ഇൻവേഴ്സ് ഓഫ് 31 ഡിവൈഡഡ് ബൈ 17 ഓക്കെ ഈസി ആയിട്ട് പ്രൂവ് ചെയ്തൂടെ ഈസി ആയിട്ട് പ്രൂവ് ചെയ്യാം ഇനി ഞാൻ പറഞ്ഞായിരുന്നു വേറൊരു മെത്തേഡ് യൂസ് ചെയ്യാമെന്നല്ലയോ 2 tan inverse 1/2 എനിക്ക് എങ്ങനെ എഴുതാം 2 tan inverse 1/2 എനിക്ക് എങ്ങനെ എഴുതാം
ടാൻ ഇൻവേഴ്സ് 1/2 പ്ലസ് ടാൻ ഇൻവേഴ്സ് 1/2 അല്ലയോ? എന്നിട്ട് ആദ്യമേ എന്ത് ചെയ്യാം, ഇത് രണ്ടും കൂടെ ചെയ്യാം, എന്നിട്ട് അതിൻ്റെ കൂടെ എന്ത് ചെയ്യാം, ഇതും ചെയ്യാം. ഓക്കെ, അപ്പോൾ ആ രീതിയിലും ചെയ്യാം. വേണ്ട, സ്റ്റെപ്പിൻ്റെ എണ്ണം കൂടി പോകും. നമുക്ക് പ്രോപ്പർട്ടി അറിയാം, ഡയറക്റ്റ് എന്ത് ചെയ്യുക, പ്രോപ്പർട്ടി യൂസ് ചെയ്യുക. ഇനി ഈ പ്രോപ്പർട്ടി എങ്ങാനും നിങ്ങൾ മറന്നു പോകുകയാണെങ്കിൽ എന്ത് ചെയ്യുക, 2 ടാൻ ഇൻവേഴ്സ് 1/2നെ ടാൻ ഇൻവേഴ്സ് 1/2 പ്ലസ് ടാൻ ഇൻവേഴ്സ് 1/2. ഇനി അതിൻ്റെ കൂടെ ആരെയും കൂടെ ചെയ്യണം, ടാൻ ഇൻവേഴ്സ് 1/7. അപ്പോൾ ആദ്യം ഇത് രണ്ടും കൂടെ ചെയ്തൊരു ആൻസറിലെത്തുക, അതിൻ്റെ കൂടെ ആരെയും കൂടെ ചെയ്യുക, ഇതിനെയും കൂടെ ചെയ്യുക. ഓക്കെ, അപ്പോൾ ഫൈനൽ ആൻസർ ഇട്ട് നിങ്ങൾ അങ്ങനെയും കൂടെ ചെയ്ത് നോക്കുക, ചുമ്മാ ചെയ്ത് നോക്കുക. നോക്കാം. അപ്പോൾ പ്രൂവ് ചെയ്യാനുള്ള ആദ്യത്തെ ആ ഒരു 4 സെക്ഷൻ കഴിഞ്ഞ് ഇനിയിപ്പോൾ അടുത്ത സെക്ഷനിലോട്ട് നമുക്ക് പോവാം. നോക്കിയാൽ ഇവിടെ എന്താ ചോദിച്ചേക്കുന്നത്, ഇവിടെ 5 മുതൽ 8 വരെയുള്ള ക്വസ്റ്റിന് നമുക്ക് എന്താ ചെയ്യേണ്ടത്, സിംപ്ലസ്റ്റ് ഫോമിൽ അതിനെ എഴുതാൻ വേണ്ടത് അല്ലയോ, സിംപ്ലസ്റ്റ് ഫോമിലാക്കണം. നോക്കാം നമുക്ക്. ഫസ്റ്റ് ക്വസ്റ്റ് എടുത്തേ, 5ാമത്തെ ക്വസ്റ്റ് എടുത്തേ, ടാൻ ഇൻവേഴ്സ് ഓഫ് റൂട്ട് ഓഫ് 1 + h² - 1 ഡിവൈഡഡ് ബൈ എച്ച്. ഓക്കെ, നോക്കാം നമുക്കിത് എങ്ങനെ എഴുതാം. ഇതാ നോക്കിയാൽ നമുക്കറിയാവുന്നൊരു ഫോർമുല ഉണ്ടല്ലോ, നമുക്ക് അറിയാവുന്നൊരു ഇക്വേഷൻ ഉണ്ട്. എന്തായിരുന്നു, sec² മൈനസ് tan² θ = 1 അല്ലെങ്കിൽ sec² θ എന്താ 1 + tan². ഓക്കെ, അപ്പോൾ ഞാൻ നേരത്തെ തൊട്ട് മുന്നേ ഒരു പ്രോബ്ലം ചെയ്തപ്പോൾ നമ്മൾ പറഞ്ഞായിരുന്നല്ലോ, 1 + h² എന്നൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, എക്സിന് sec θ എന്ന് കൊടുക്കാമെന്ന് ഞാൻ പറഞ്ഞായിരുന്നല്ലോ. അങ്ങനെയാണെങ്കിൽ എക്സിന് tan θ എന്ന് കൊടുക്കാമെന്ന് ഞാൻ പറഞ്ഞു. എക്സിന് tan θ കൊടുത്തു കഴിഞ്ഞാൽ 1 + h² എന്താവും, sec² θ എന്ന് എഴുതാൻ പറ്റും നമുക്ക് അല്ലേ. 1 + h² sec² θ എന്ന് എഴുതാൻ പറ്റും. റൂട്ട് എടുക്കുമ്പോൾ അതെന്താവും, sec θ എന്നുള്ള ഫോമിലൊക്കെ വരുമെന്ന് നമുക്ക് പറഞ്ഞായിരുന്നു. ഓക്കെ, മുന്നേ ഒരു പ്രോബ്ലം ചെയ്തപ്പോൾ ഞാനിവിടെ പറഞ്ഞായിരുന്നു. നോക്കിയേ കണ്ടോ, 1 + h², റൂട്ട് ഓഫ് 1 + h² എന്നൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, എക്സിന് tan θ എന്ന് കൊടുക്കാമെന്ന് ഞാൻ പറഞ്ഞായിരുന്നില്ലയോ. അങ്ങനെ നമുക്കത് കൊടുത്തു നോക്കാം. നമുക്ക് ആ ഒരു ഇത് തന്നെ അപ്ലൈ ചെയ്ത് നോക്കാം. ഇതാ നോക്കിയേ, ഫസ്റ്റ് ലെറ്റ് 5ാമത്തെ ക്വസ്റ്റ്യനാണ് നമ്മൾ ചെയ്യുന്നത്. 5ാമത്തെ ക്വസ്റ്റ്യൻ. ഓക്കെ, ലെറ്റ് എക്സ് ഈസ് ഈക്വൽ ടു എന്താ, tan θ എന്ന് വിചാരിക്കാം. അങ്ങനെ നമുക്ക് പറയാം എന്താ, θ ഈസ് ഈക്വൽ ടു tan ഇൻവേഴ്സ് എക്സ്. ഓക്കെ, അതും പറയാമല്ലോ, പറയാം, കുഴപ്പമില്ല. ഓക്കെ, അങ്ങനെ ഇതാണ്ട് അതിനകത്തോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കേ, ടാൻ ഇൻവേഴ്സ് ഓഫ് റൂട്ട് ഓഫ് 1 പ്ലസ് എക്സ് നമ്മൾ എന്താ കൊടുത്തത്, tan θ. സോ റൂട്ട് ഓഫ് 1 പ്ലസ് tan² θ മൈനസ് 1 ദ ഹോൾ ഡിവൈഡഡ് ബൈ എന്ത് വരും, എക്സ് എന്ന് വരും, വിച്ച് ഈസ് ഈക്വൽ ടു ടാൻ ഇൻവേഴ്സ് ഓഫ് റൂട്ട് ഓഫ് 1 പ്ലസ് tan² θ എന്താണ്, 1 പ്ലസ് tan² θ sec² θ. അപ്പോൾ റൂട്ട് എടുക്കുമ്പോൾ എന്താവും, അത് sec θ ആവും. sec θ മൈനസ് 1 ഡിവൈഡഡ് ബൈ എക്സ് എന്താ, tan θ, വിച്ച് ഈസ് ഈക്വൽ ടു ടാൻ ഇൻവേഴ്സ് ഓഫ് sec θ മൈനസ് 1. sec θ എനിക്ക് എങ്ങനെ എഴുതാം, 1/cos θ എന്ന് എഴുതാമോ. ഓക്കെ, സോ 1/cos θ മൈനസ് 1 എന്ന് പറയുന്ന സാധനം എന്താ കൂടെ, 1 - cos θ ഡിവൈഡഡ് ബൈ cos θ എഴുതാമോ, എഴുതാം. സോ sec θ മൈനസ് 1നെ എനിക്ക് എങ്ങനെ എഴുതാം, 1 - cos θ ഡിവൈഡഡ് ബൈ cos θ. ഇവിടെ താഴെ എന്താ കിടപ്പുണ്ടായിരുന്നു, ഒരു tan θ കിടപ്പുണ്ടായിരുന്നു അല്ലയോ. tan θ എന്ന് പറഞ്ഞാൽ എന്താ, sin θ ബൈ cos θ അല്ലയോ, ആണ്. അങ്ങനെയാണെങ്കിൽ ഒരു കോസും എന്ത് ചെയ്യാം, കട്ട് ചെയ്ത് പോകാം, വിച്ച് ഈസ് ഈക്വൽ ടു നമുക്ക് എന്ത് എഴുതാം, tan ഇൻവേഴ്സ് ഓഫ് 1 - cos θ. ഓക്കെ, നമ്മൾ അടുത്ത പ്രോപ്പർട്ടി യൂസ് ചെയ്യുമ്പോൾ ട്രിഗണോമെട്രിയുടെ ഞാൻ ആദ്യത്തെ ക്ലാസ്സിൽ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. എന്തായിരുന്നു ആ പ്രോപ്പർട്ടി, 1 - cos θ ഈസ് ഈക്വൽ ടു 2 sin² θ/2. പഠിച്ചിട്ടുള്ള ഇല്ലയോ, പഠിച്ചിട്ടുള്ള. അതേപോലെ 1 + cos θ ആണെങ്കിലോ 2 cos² θ/2 അല്ലേ. ഈ രണ്ടും കൂടെ റിലേറ്റ് ചെയ്ത് നമ്മൾ പഠിച്ചതാണ്. അങ്ങനെ ഏതാ നോക്കിയാൽ ടാൻ ഇൻവേഴ്സ് ഓഫ് 1 - cos θയ്ക്ക് വരെ എന്ത് കൊടുക്കാം, 2 sin² θ/2 ഡിവൈഡഡ് ബൈ, ഇവിടെ എന്താ sin θ കിടക്കുന്നത് ഇല്ലയോ, sin θ. നമുക്കിവിടെ ഒരു sin θ/2 ഉണ്ടായിരുന്നെങ്കിൽ കട്ട് ചെയ്താൽ കളയായിരുന്നു, ഈസി ആയിട്ട് നമുക്ക് ഉണ്ടാക്കിക്കൂടെ. ഇതാ നോക്കിയേ, sin θയെ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും, ഞാനത് താണ്ട് ഇങ്ങോട്ടൊന്ന് എഴുതി കാണിച്ചു തരാം. sin θയെ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും, sin 2θ ആണെങ്കിൽ 2 sin θ cos θ. അങ്ങനെ sin θ ആണെങ്കിലോ 2 sin θ/2 cos θ/2. ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്തത് ഇതൊക്കെ ഇല്ലയോ. സോ നമുക്ക് എന്ത് ചെയ്യാം, sin θയെ 2 sin θ/2 cos θ/2 എന്ന് എഴുതാം. അങ്ങനെ ഏതാണ്ട് അത് അപ്ലൈ ചെയ്യാൻ പോവാ. ഞാൻ എന്ത് ചെയ്യാൻ പോവാ, sin θയെ ഞാൻ 2 sin θ/2 cos θ/2 എന്ന് എഴുതി. ഇനി നമുക്ക് കട്ട് ചെയ്ത് കളയാം, 2ഉം 2ഉം കട്ട് ചെയ്യാം, ഒരു സൈനും ഒരു sin θ/2ഉം കട്ട് ചെയ്യാം, വിച്ച് ഈസ് ഈക്വൽ ടു എന്ത് വരും, ടാൻ ഇൻവേഴ്സ് sin θ/2 ഡിവൈഡഡ് ബൈ cos θ/2. എന്തുവാടേ ഇത്, ഈസി ആയിട്ട് പറ, tan θ/2 അല്ലയോ. സോ ടാൻ ഇൻവേഴ്സ് ഓഫ് tan θ/2 വിച്ച് ഈസ് ഈക്വൽ ടു എന്ത് വരും, ഇൻവേഴ്സും ഫംഗ്ഷനും കൂടെ പോയി ലാസ്റ്റ് θ/2 എന്ന് ആൻസർ വരും. ഈ θ/2നെ നമുക്ക് എങ്ങനെ മാറ്റി എഴുതാം, വിച്ച് ഈസ് ഈക്വൽ ടു 1/2 ഇൻറ്റു θ എന്ന് പറഞ്ഞാൽ ആരാ, tan ഇൻവേഴ്സ് എക്സ്. സോ ഹാഫ് tan ഇൻവേഴ്സ് എക്സ് ആൻസർ കിട്ടും.
അപ്പോൾ സിംപ്ലിഫൈ ചെയ്തില്ലയോ, സിംപ്ലിഫൈ ചെയ്ത്. സോ ഈ കിടക്കുന്ന സാധനത്തെ സിംപ്ലിഫൈ ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? 1/2 ടാൻ ഇൻവേഴ്സ് എക്സ്. ഈസി ആയിട്ട് ചെയ്തുകൂടെ? ഈസി ആയിട്ട് ചെയ്യുക. നമ്മൾ ആ പറഞ്ഞ പ്രോപ്പർട്ടിയാണ് നമ്മൾ യൂസ് ചെയ്തല്ലോ. നമ്മൾ 1 + √(1 + h² എന്നൊക്കെ വന്നാൽ നമ്മൾ എന്ത് ചെയ്യും? ദാണ്ട് ഈ റിലേഷൻ വെച്ചിട്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ നോക്കും. ഓക്കെ ഓക്കെ. പിന്നെ അതുപോലെ നമ്മൾ പിന്നെ നമുക്ക് അറിയാവുന്നൊരു പ്രോപ്പർട്ടി യൂസ് ചെയ്ത് ഏതാ? ദാണ്ട് ഈ പ്രോപ്പർട്ടി യൂസ് ചെയ്തു, ഈ പ്രോപ്പർട്ടി യൂസ് ചെയ്തു. ഓക്കെ ഓക്കെ. നോക്കി അങ്ങനെ നീ അടുത്ത ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കിയേ. ഇവിടെ എന്തോടെ ചോദിച്ചേക്കുന്നത്? ടാൻ ഇൻവേഴ്സ് ഓഫ് 1/√(h² - 1) അല്ലയോ? 1/√(h² - 1). നോക്കാം നമുക്ക് ഇതെങ്ങനെ ചെയ്യാൻ നോക്കാം. ഞാൻ പറഞ്ഞായിരുന്നില്ലേ √(h² - 1) എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഏത് പ്രോപ്പർട്ടിയാണ് യൂസ് ചെയ്യുന്നത്? √(1 + h²) അല്ലെങ്കിൽ h² - 1 എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയില്ലയോ sec² θ - tan² θ = 1. സോ h² - 1, അപ്പോൾ sec² θ - 1 എന്തെന്ന് എഴുതാം? tan² θ എന്ന് എഴുതാം. പക്ഷേ അപ്പം ഇവിടെ ടാൻ ഇൻവേഴ്സ് ഓഫ് 1/tan θ എന്ന് വരും. പക്ഷേ അതുകൊണ്ട് പ്രയോജനം വല്ലതും ഉണ്ടോ? ടാൻ ഇൻവേഴ്സ് ഓഫ് 1/tan θ എന്നല്ലേ വരുന്നത്. അതുകൊണ്ട് നമുക്ക് എന്തില്ല? വലിയ പ്രയോജനമൊന്നുമില്ല. നമുക്ക് ടാൻ ഇൻവേഴ്സ് ഓഫ് tan θ എന്ന് വന്നായിരുന്നെങ്കിൽ ടാൻ ഇൻവേഴ്സും ടാനും കൂടെ കട്ട് ചെയ്ത് കളയായിരുന്നു. അതുകൊണ്ട് ഇവിടെ പ്രയോജനമില്ല. സോ നമ്മൾ എന്ത് ചെയ്യാം? വേറൊരു ഇക്വേഷൻ യൂസ് ചെയ്യാം. നമുക്ക് ഇതുപോലെ ഉപയോഗിക്കാൻ പറ്റുന്ന വേറൊരു ഇക്വേഷൻ ഉണ്ട്. ഏതാണെന്നറിയാമോ? ഇതാ നോക്കിയേ. cosec² θ - cot² θ എന്താ? 1. അങ്ങനെയാണെങ്കിൽ നമുക്ക് പറയാം cosec² θ - 1 എന്താ? cot² θ. അങ്ങനെയാണെങ്കിൽ റൂട്ട് എടുക്കുമ്പോൾ ഇതിൻ്റെ റൂട്ട് എടുക്കുമ്പോൾ എന്ത് കിട്ടും? √(cosec² θ - 1 എന്താ? cot θ കിട്ടും അല്ലയോ? cot θ കിട്ടും. ഇത് നമുക്കിവിടെ അപ്ലൈ ചെയ്തുകൂടെ? ചെയ്യാൻ പറ്റും. ഓക്കെ. അങ്ങനെ നമുക്ക് ഏത് റിലേഷൻ യൂസ് ചെയ്ത് നോക്കാം? നമുക്ക് ഈ റിലേഷൻ നമുക്ക് എന്ത് ചെയ്യാം? നമുക്കൊന്ന് യൂസ് ചെയ്ത് നോക്കാം. ഓക്കെ. അപ്പോൾ cot θ കിട്ടിക്കഴിഞ്ഞാൽ 1/cot θ എന്നുള്ള രീതിയിലായിരിക്കും വരുന്നത്. 1/cot എന്താ? ടാന. സോ ടാൻ ഇൻവേഴ്സ് ഓഫ് ടാൻ എന്നും പറഞ്ഞുള്ള ഫോമാറ്റ് നമുക്ക് കിട്ടും. ഓക്കെ. സോ നമ്മൾ എന്ത് ചെയ്യാൻ പോകും ഇവിടെ? ലെറ്റ്. അപ്പോൾ ഈ റിലേഷൻ നമുക്ക് യൂസ് ചെയ്യാം. ഓക്കെ. ഈ റിലേഷൻ ഓർത്ത് വെക്കുന്നതിൻ്റെ കൂട്ടത്തിൽ എന്തും ഓർത്ത് വെച്ചേക്കുക. അതാണ്ട് ഈ റിലേഷനും കൂടെ ഓർത്ത് വെച്ചേക്കുക. അപ്പോൾ ചിലയിടത്ത് നമ്മൾ ഇത് ഉപയോഗിക്കും, ചിലയിടത്ത് നമ്മൾ ഇത് ഉപയോഗിക്കും. ഓക്കെ. 1// എന്നൊക്കെ വരുവാണെങ്കിൽ ഇവിടെ ടാൻ ഇൻവേഴ്സ് ആണ്, അകത്ത് 1/√() എന്ന് പറഞ്ഞാൽ വരുന്നെങ്കിൽ നമുക്ക് ഇതിനകത്തോട്ട് പോവാം. ഓക്കെ. സോ നോക്കാം. ലെറ്റ് h നമുക്ക് എന്ത് കൊടുക്കാം? cosec θ എന്ന് കൊടുക്കാം അല്ലയോ? cosec θ. h എന്താന്ന് വിചാരിക്കുക? cosec θ എന്ന് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ നമുക്ക് പറയാം θ എന്താ? cosec ഇൻവേഴ്സ് ഓഫ് x. ഓക്കെ ആണേ? ഓക്കെ. അങ്ങനെ ഏതാണ്ടെന്ന് നോക്കിയോ. നമ്മൾ ഇതെങ്ങനെ മാറുന്നതെന്ന് നോക്കിയോ. നമ്മുടെ തന്നേക്കുന്ന സാധനം എങ്ങനെ മാറുന്നതെന്ന് നോക്കിയോ. ടാൻ ഇൻവേഴ്സ് ഓഫ് 1/√() എക്സിന് പകരം എന്ത് കൊടുത്തത്? cosec² θ അല്ലേ? cosec θ. അങ്ങനെയാണെങ്കിൽ ഇതെന്താവും? cosec² θ - 1 which is equal to tan inverse of 1/√() cosec² θ - 1 എന്തോടെ? cot θ അല്ലേ? cot θ. സോ ഡിവൈഡഡ് ബൈ cot θ എന്ന് വരും. ഇനി 1/cot θ എന്ന് പറഞ്ഞാൽ tan θ. സോ tan ഇൻവേഴ്സ് ഓഫ് tan θ which is equal to എന്ത് വരും? θ. സിമ്പിളായിട്ട് ആൻസർ കിട്ടിയില്ലയോ? θ. ഇനി θ എന്തായിരുന്നു? θ എന്തായിരുന്നടേ? θ cosec ഇൻവേഴ്സ് എക്സ് അല്ലയോ? θ cosec ഇൻവേഴ്സ് എക്സ്. ഓക്കെ ഓക്കെ. സോ ഈ സാധനത്തിൻ്റെ ഏറ്റവും സിംപ്ലസ്റ്റ് ഫോം എന്താ? ടാൻ ഇൻവേഴ്സ് ഓഫ് 1/√(h²- ൻ്റെ ഏറ്റവും സിംപ്ലസ്റ്റ് ഫോം എന്താ? θ cosec ഇൻവേഴ്സ് എക്സ്. ഈസി ആയിട്ട് ചെയ്തുകൂടെ? ഈസി ആയിട്ട് ചെയ്യാം. ഇനി നമുക്ക് വേണമെങ്കിൽ ഇത് ഒന്നുകൂടെ മാറ്റി എഴുതാൻ വേണമെങ്കിൽ cosec ഇൻവേഴ്സ് എക്സ് അല്ല വേണ്ട, അതാണ്ട് ഇങ്ങനെ തന്നെ എഴുതിയാൽ മതി. θ എന്താ? cosec ഇൻവേഴ്സ് എക്സ്. ഓക്കെ ഓക്കെ. ഇനി വേണമെങ്കിൽ ചിലപ്പോൾ നിങ്ങളുടെ ഓപ്ഷനിനകത്തൊക്കെ ചിലപ്പോൾ വേറെ ടൈപ്പ് ആൻസർ, ഇപ്പോൾ ചില MCQs ഒക്കെ ആണെങ്കിൽ ചിലപ്പോൾ എന്ത് ചെയ്യും? ഇത് NCERT-ലുള്ള പ്രോബ്ലം. ചില MCQs-നകത്തൊക്കെ ആണെങ്കിൽ എന്ത് ചെയ്യും? ഓപ്ഷൻ ചിലപ്പോൾ വേറെ രീതിയിലായിരിക്കും തന്നിരിക്കുന്നത്. ചിലപ്പോൾ അതാണ്ട് ഇങ്ങനെ ഓപ്ഷൻ തന്നതെന്ന് വിചാരിക്കുക. cosec ഇൻവേഴ്സ് എക്സ് പ്ലസ് sec ഇൻവേഴ്സ് എക്സ് എന്താ? π/2 ആണെന്ന് നമുക്കറിയാം. ചിലപ്പോൾ നിങ്ങളുടെ ഓപ്ഷൻ എന്തായിരിക്കും തരുന്നത്? cosec ഇൻവേഴ്സ് എക്സ് എന്താ? π/2 - sec ഇൻവേഴ്സ് എക്സ് അല്ലേ? ഈ റിലേഷൻ നമുക്കറിയാവുന്നില്ലയോ? അറിയാവുന്നേ. ചിലപ്പോൾ നിങ്ങളുടെ ഓപ്ഷൻ ഏതായിരിക്കും ഓപ്ഷനായിട്ട് തന്നിരിക്കുന്നത്? π/2 - sec ഇൻവേഴ്സ് എക്സ് എന്നായിരിക്കും നിങ്ങളുടെ ഓപ്ഷൻ തന്നിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ആൻസർ കണ്ടുപിടിക്കുമ്പോൾ നിങ്ങൾക്ക് എന്ത് കിട്ടും? cosec ഇൻവേഴ്സ് എക്സ്. നിങ്ങൾ ഓപ്ഷൻ നോക്കുമ്പോൾ എന്ത് കാണത്തില്ല? cosec ഇൻവേഴ്സ് എക്സ് കാണത്തില്ല. അപ്പോൾ നമ്മൾ എന്ത് വിചാരിക്കും? തെറ്റിപ്പോയെന്ന് വിചാരിക്കില്ല. തെറ്റിപ്പോയിട്ടില്ല. നമുക്ക് വേറെ റിലേഷൻ അറിയാൻ എന്താ? അതാണ്ട് cosec ഇൻവേഴ്സ് എക്സ് പ്ലസ് sec ഇൻവേഴ്സ് എക്സ് എന്താ? π/2. അങ്ങനെയാണെങ്കിൽ എനിക്ക് എങ്ങനെ എഴുതാം? cosec ഇൻവേഴ്സ് എക്സ് π/2 - sec ഇൻവേഴ്സ് എക്സ്. ഓക്കെ. അപ്പോൾ ചിലപ്പോൾ ഓപ്ഷൻ ഇങ്ങനെ ആയിരിക്കും. അപ്പം നമുക്ക് അറിയാവുന്ന റിലേഷൻസ് ഒക്കെ വെച്ചിട്ട് എന്ത് ചെയ്യുക? നമുക്ക് കിട്ടിയ ഫൈനൽ ആൻസറിനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് മാനിപ്പുലേറ്റ് ചെയ്താൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂ? MCQ-നകത്തൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂ? ആൻസർ കണ്ടുപിടിക്കാൻ പറ്റൂ. ഓക്കെ ഓക്കെ. സോ നോക്കാം. അങ്ങനെ അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ.
ടാൻ ഇൻവേഴ്സ് ഓഫ് റൂട്ട് ഓഫ് 1 മൈനസ് കോസെറ്റ്സ് ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് 1 പ്ലസ് കോസെറ്റ്സ് അല്ലയോ? ഈസി ആയിട്ട് കാണുമ്പോൾ അറിയാം, നമുക്ക് പ്രോപ്പർട്ടി അറിയാം. 1 മൈനസ് കോസെറ്റ്സ് എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? 2 സൈൻ സ്ക്വയർ എക്സ് ബൈ 2. അതേപോലെ 1 പ്ലസ് കോസെറ്റ്സ് എന്തായിരുന്നു? 2 കോസ് സ്ക്വയർ എക്സ് ബൈ 2 അല്ലയോ? ഈസി ആയിട്ട് നിങ്ങൾക്ക് നോക്കുമ്പോൾ തന്നെ അറിയാം. ഇത് റൂട്ട് എടുക്കുമ്പോഴത്തേക്കും 2 2 എന്തായാലും ക്യാൻസൽ ആയി പോകും. സൈൻ സ്ക്വയറിൻ്റെ റൂട്ട് ആകുമ്പോൾ സൈൻ ആവും, കോസ് സ്ക്വയറിൻ്റെ റൂട്ട് ആകുമ്പോൾ കോസ് ആവും, സൈൻ ബൈ കോസ് ടാൻ ആവും. ടാൻ ഇൻവേഴ്സ് ടാൻ എന്ത് ചെയ്യും? രണ്ടും കൂടെ ക്യാൻസൽ ആയി പോകും അല്ലയോ? ഈസി ആയിട്ട് ചെയ്തുകൂടെ? ചെയ്യാം. അപ്പോൾ ചെയ്ത് നോക്കാം. ടാൻ ഇൻവേഴ്സ് ഓഫ് നോക്കിയേ റൂട്ട് ഓഫ് 1 മൈനസ് കോസെറ്റ്സ്. 1 മൈനസ് കോസെറ്റ്സിന് വരെ ഞാൻ എന്ത് കൊടുത്തു? റൂട്ട് ഓഫ് 2 സൈൻ സ്ക്വയർ എക്സ് ബൈ 2 ഡിവൈഡഡ് ബൈ 1 പ്ലസ് കോസെറ്റ്സിന് വരെ ഞാൻ എന്ത് കൊടുത്തു? 2 കോസ് സ്ക്വയർ എക്സ് ബൈ 2. ഓക്കെ, 2 2 ക്യാൻസലായി. സൈൻ സ്ക്വയറിൻ്റെ റൂട്ട് ആകുമ്പോൾ എന്ത് വരും? ടാൻ ഇൻവേഴ്സ് ഓഫ് സൈൻ സ്ക്വയറിൻ്റെ റൂട്ട് എടുക്കുമ്പോൾ എന്ത് വരും? സൈൻ എക്സ് ബൈ 2 ഡിവൈഡഡ് ബൈ കോസ് സ്ക്വയറിൻ്റെ റൂട്ട് എടുക്കുമ്പോൾ എന്ത് വരും? കോസ് എക്സ് ബൈ 2 വിച്ച് ഈസ് ഈക്വൽ ടു സൈൻ എക്സ് ബൈ 2 ബൈ കോസ് എക്സ് ബൈ 2 ടാൻ എക്സ് ബൈ 2. അപ്പോൾ ടാൻ ഇൻവേഴ്സ് ഓഫ് ടാൻ എക്സ് ബൈ 2 എന്ന് വരും അല്ലയോ? ടാൻ ഇൻവേഴ്സും ടാനും കൂടെ ക്യാൻസൽ ആവും, എക്സ് ബൈ 2 എന്ന് വരും. ഓക്കെ ഓക്കെ, ഇനി ഇതാ നോക്കിയേ. ഓക്കെ, ആൻസർ കിട്ടി എക്സ് ബൈ 2 അല്ലയോ? ടാൻ ഇൻവേഴ്സ് ഓഫ് സാധനം അതിൻ്റെ ആൻസർ എന്താ? എക്സ് ബൈ 2. ഈസി ആയിട്ട് ആൻസർ കിട്ടിയില്ലയോ? കിട്ടി. നോക്കിയേ അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. എന്താ ചോദിച്ചേക്കുന്നത്? ടാൻ ഇൻവേഴ്സ് ഓഫ് കോസെറ്റ്സ് മൈനസ് സൈനറ്റ്സ് ഡിവൈഡ് ബൈ കോസെറ്റ്സ് പ്ലസ് സൈനറ്റ്സ്. ഓക്കെ, ഇപ്പോൾ സിമിലർ ആയിട്ടുള്ള ഒരു സാധനം നമ്മൾ നേരത്തെ കണ്ടിട്ടുണ്ട്. നമ്മൾ നേരത്തെ കുറേ ഒരു എക്സാമ്പിൾ ക്വസ്റ്റ്യൻ വർക്കൗട്ട് ചെയ്ത സമയത്ത് കണ്ടിരുന്നോ? ടാൻ ഇൻവേഴ്സ് ഓഫ് കോസ് എക്സ് ബൈ 2 മൈനസ് സൈൻ എക്സ് ബൈ 2 ഡിവൈഡ് ബൈ കോസ് എക്സ് ബൈ 2 പ്ലസ് സൈൻ എക്സ് ബൈ 2 എന്നൊക്കെ വന്ന് നമ്മൾ കോസ് കൊണ്ട് കോമൺ ആയിട്ട് ഡിവൈഡ് ചെയ്ത് എന്നിട്ട് എന്ത് ചെയ്ത് ടാൻ ഓഫ് 1 വന്നെടുത്ത് നമ്മൾ ടാൻ പൈ ബൈ 4 എന്ന് കൊടുത്ത്. ഓർമ്മയുണ്ടോ അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ചെയ്തത്? ഓക്കെ, അത് ജസ്റ്റ് ഒന്ന് ബാക്ക് അടിച്ച് ചോദിച്ചു കഴിഞ്ഞാൽ ആ ക്വസ്റ്റ്യൻ കാണാം. അപ്പോൾ സിമിലർ ഐഡിയ നമുക്ക് എന്ത് ചെയ്യാം? ഇവിടെ യൂസ് ചെയ്യാം. ഞാൻ പറയില്ലേ, അങ്ങനത്തെ ഉള്ള എക്സാമ്പിൾസ് കണ്ട അതേ ഐഡിയാസ് നമുക്ക് എന്ത് ചെയ്യാം? വീണ്ടും വീണ്ടും ഓരോ പ്രോബ്ലംസ് നമുക്ക് എന്ത് ചെയ്യാം? യൂസ് ചെയ്യാം. അങ്ങനെ യൂസ് ചെയ്ത് ശീലമാകുമ്പോഴാണ് ശരിക്കും പറഞ്ഞാൽ എന്ത് ചെയ്യുന്നത്? ഓരോന്ന് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും, ഇന്നടുത്ത് ഇന്നത് അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി, ഇന്ന ഇക്വേഷൻ ഇട്ടാൽ മതി, നമുക്ക് ആൻസർ കിട്ടുമെന്ന്. ഓക്കെ, അപ്പോൾ ക്വസ്റ്റ്യൻ എന്തായാലും എന്ത് ചെയ്തേ പറ്റത്തുള്ളൂ? പ്രാക്ടീസ് ചെയ്ത് ശീലമായാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ? പുതിയൊരു ക്വസ്റ്റ്യൻ നമുക്ക് വരുമ്പോൾ, നമ്മുടെ മുന്നിൽ വരുമ്പം നമുക്കത് എന്തൊക്കെ സബ്സ്റ്റിറ്റ്യൂഷൻ ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെ ഉത്തരത്തിലോട്ട് എത്താമെന്നൊക്കെ ഉള്ള ഒരു ഐഡിയ നമുക്ക് എന്ത് ചെയ്യത്തുള്ളൂ? കിട്ടത്തുള്ളൂ. ഉറപ്പായിട്ടും ക്വസ്റ്റ്യൻ പ്രാക്ടീസ് ചെയ്താൽ മാത്രമേ എന്ത് ചെയ്യത്തുള്ളൂ? ആ ഐഡിയ കിട്ടത്തുള്ളൂ. ഓക്കെ ഓക്കെ, അതാ നോക്കിയോ. നമുക്ക് എന്താ? ടാൻ ഇൻവേഴ്സ് ഓഫ് കോസെറ്റ്സ് മൈനസ് സൈനറ്റ്സ് ഡിവൈഡ് ബൈ കോസെറ്റ്സ് പ്ലസ് സൈനറ്റ്സ്. ഞാൻ എന്ത് ചെയ്യാൻ പോവാ? കോസെറ്റ്സ് കൊണ്ട് എന്ത് ചെയ്യാൻ പോവാ? മുകളിലും താഴെയും ഡിവൈഡ് ചെയ്യാൻ പോവാ. അപ്പോൾ മുകളിൽ എന്താ പരിപാടി? മുകളിൽ എന്ത് വരും? ടാൻ ഇൻവേഴ്സ് ഓഫ് കോസെറ്റ്സ് ബൈ കോസെറ്റ്സ് എന്ത് വരും? 1 ആവും, ഡിവൈഡഡ് ബൈ സൈനറ്റ്സ് ബൈ കോസെറ്റ്സ് എന്താവും? അത് ടാൻ എക്സ് ആവും, ഡിവൈഡഡ് ബൈ കോസെറ്റ്സ് ബൈ കോസെറ്റ്സ് വീണ്ടും എന്താവും? 1 ആവും, പ്ലസ് സൈനറ്റ്സ് ബൈ കോസെറ്റ്സ് എന്താവും? ടാൻ എക്സ് ആവും. ഓക്കെ, അപ്പോൾ ഇതെന്താ കിട്ടി? ടാൻ ഇൻവേഴ്സ് ഓഫ് 1 മൈനസ് ടാൻ എക്സ് ഡിവൈഡ് ബൈ 1 പ്ലസ് ടാൻ എക്സ്. ഇനി എനിക്ക് പറയാം 1 എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? ടാൻ പൈ ബൈ 4 ആയിരുന്നു ഇല്ലയോ? അങ്ങനെയാണെങ്കിൽ ഇതിനെ എനിക്ക് എങ്ങനെ എഴുതാം? ടാൻ പൈ ബൈ 4 മൈനസ് ടാൻ എക്സ് ഡിവൈഡഡ് ബൈ ടാൻ. ഓക്കെ, ഈ വണ്ണിനെ ഞാൻ 1 എന്ന് തന്നെ ഇടുക. ഈ വണ്ണിനെ ഞാൻ എന്ത് ചെയ്യുക? 1 എന്ന് തന്നെ ഇടുക. നമ്മൾ അവിടെ ആ പ്രോബ്ലത്തിൽ ഇത് തന്നെയല്ലേ ചെയ്തത്? ആ പ്രോബ്ലത്തിൽ ഇത് തന്നെ ചെയ്തത്. ഇതിനെ ഞാൻ എന്ത് ചെയ്തു? 1 എന്ന് തന്നെ ഇട്ട് 1 പ്ലസ് ഇവിടെ ടാൻ എക്സിന് വെറുതെ എഴുതാം. 1 ഇൻറ്റു ടാൻ എക്സ് എന്ന് വിളിക്കാമോ? വെറുതെ ടാൻ എക്സ് എന്ന് ഇരുന്ന് കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? 1 ഇൻറ്റു ടാൻ എക്സ് എന്നും പറയാം. അല്ലെങ്കിൽ എനിക്ക് എന്ത് പറയാം? ടാൻ പൈ ബൈ 4 ഇൻറ്റു ടാൻ എക്സ് എന്ന് പറയാം. പറഞ്ഞൂടെ? പറയാം. അപ്പോൾ അത് എന്ത് ചെയ്യാം? ടാൻ പൈ ബൈ 4 ഇൻറ്റു ടാൻ എക്സ് എന്ന് പറയാം, വിച്ച് ഈസ് ഈക്വൽ ടു ടാൻ ഇൻവേഴ്സ് ഓഫ് നോക്കിയേ ടാൻ എ മൈനസ് ടാൻ ബി ഡിവൈഡ് ബൈ 1 പ്ലസ് ടാൻ എ ടാൻ ബി. എന്തുവാടേ സാധനം? ടാൻ ഓഫ് എ മൈനസ് ബി അല്ലയോ? ടാൻ ഓഫ് എ മൈനസ് ബി. എ എന്തോ ഇവിടെ? പൈ ബൈ 4. ബി എന്തോ ഇവിടെ? എക്സ്. സോ ടാൻ ഓഫ് പൈ ബൈ 4 മൈനസ് എക്സ് വിച്ച് ഈസ് ഈക്വൽ ടു ടാൻ ഇൻവേഴ്സും ടാനും കൂടെ പോവും. ബാക്കി നമുക്ക് എന്ത് വരും? പൈ ബൈ 4 മൈനസ് എക്സ്. ഓക്കെ, സോ ഈ സാധനം എന്താ? പൈ ബൈ 4 മൈനസ് എക്സ്. ഈസി അല്ലയോ? ഈസി. നോക്കാം. അങ്ങനെയാണെങ്കിൽ അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. ടാൻ ഇൻവേഴ്സ് ഓഫ് എക്സ് ബൈ റൂട്ട് ഓഫ് എ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ. ഓക്കെ, സിംപ്ലസ്റ്റ് ഫോമിലാക്കണം. നമുക്കറിയാം ടാൻ ഇൻവേഴ്സ് ഓഫ് ടാൻ എന്ന് പറഞ്ഞു വന്നാൽ നമുക്ക് എന്ത് ചെയ്യാം? ആ ടാൻ ഇൻവേഴ്സും ടാനും കൂടെ കട്ട് ചെയ്ത് ഏറ്റവും സിമ്പിളാക്കാം ഇല്ലയോ? ഇവിടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമുക്കിവിടെ എക്സ് ബൈ ഇതാ നോക്കിയാൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ എക്സ് ബൈ റൂട്ട് ഓഫ് 1 മൈനസ് എക്സ് സ്ക്വയർ ആയിരുന്നു വന്നതെന്ന് വിചാരിക്കുക. എക്സിന് സൈൻ തീറ്റ കൊടുത്തെന്ന് വിചാരിക്കുക. സൈൻ തീറ്റ കൊടുക്കുമ്പോൾ താഴെ എന്താവും? റൂട്ട് ഓഫ് 1 മൈനസ് സൈൻ സ്ക്വയർ തീറ്റ ആവും. റൂട്ട് ഓഫ് 1 മൈനസ് സൈൻ സ്ക്വയർ തീറ്റ എന്താടേ? കോസ് സ്ക്വയർ തീറ്റ അല്ലയോ? റൂട്ട് കോസ് സ്ക്വയർ തീറ്റ എന്താവും? കോസ് തീറ്റ ആവും. അങ്ങനെ ആയിരുന്നെങ്കിൽ സൈൻ തീറ്റ ബൈ കോസ് തീറ്റ അതെന്തായേനെ? ടാൻ ആയേനെ. ടാൻ ഇൻവേഴ്സും ടാനും കൂടെ ക്യാൻസൽ ആയി പോയേനെ.
ഇതായിരുന്നേ സംഭവിക്കുന്നത് ആണ്. പക്ഷേ ഇവിടെ നമുക്ക് എങ്ങനെ വന്നേക്കുന്നത് എ സ്ക്വയർ മൈനസ് എച്ച് സ്ക്വയർ എന്നാണ് വന്നേക്കുന്നത് ഇല്ലയോ. ഒരു എ അധികം വന്നിട്ടുണ്ട് അല്ലയോ, ഒരു എന്താ വന്നിട്ടുണ്ട്, എ അധികം വന്നിട്ടുണ്ട്. അപ്പോൾ 1 ആയിരുന്നെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാമായിരുന്നു, എക്സിന് വെറുതെ സിംപ്ലി നമുക്ക് എന്ത് ചെയ്യാം, സൈൻ തീറ്റ എന്നങ്ങ് കൊടുക്കാം. പക്ഷേ ഇവിടെ വെറുതെ 1 മൈനസ് എച്ച് സ്ക്വയർ എന്നാണ് വന്നേക്കുന്നത്, അല്ല അല്ലേ. അങ്ങനെ ആയാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതാണ്ട് ഇത്രയും ചെയ്താൽ മതി. എച്ച് ഈക്വൽ ടു നമ്മൾ സാധാരണ നമ്മൾ എ ഇല്ലായിരുന്നെങ്കിൽ നമ്മൾ എന്ത് കൊടുത്തേനെ, എച്ച് ഈക്വൽ ടു സൈൻ തീറ്റ എന്ന് കൊടുത്തേനെ. ഇവിടെ നമ്മൾ എന്ത് കൊടുക്കും, എച്ച് ഈക്വൽ ടു എ സൈൻ തീറ്റ എന്ന് കൊടുക്കും. അപ്പോൾ എന്തോ സംഭവിക്കുന്നത് നോക്കിക്കോ, ടാൻ ഇൻവേഴ്സ് ഓഫ്, ഞാൻ ആദ്യമേ പറഞ്ഞു തന്നത് എന്താ ഇത് കൊടുക്കുന്നതെന്ന്. ഓക്കെ, ഇത് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എന്തോ സംഭവിക്കുന്നതെന്ന്. ടാൻ ഇൻവേഴ്സ് ഓഫ് എക്സിന് പകരം എന്തോ വന്നു, എ സൈൻ തീറ്റ ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് എ സ്ക്വയർ മൈനസ് എക്സിന് പകരം എന്ത് കൊടുത്തു, എ സൈൻ തീറ്റ. അപ്പോൾ എച്ച് സ്ക്വയർ എന്താവും, എ സ്ക്വയർ സൈൻ സ്ക്വയർ തീറ്റയാവും, എ സ്ക്വയർ സൈൻ സ്ക്വയർ തീറ്റയാവും. കണ്ടോ ഇപ്പോൾ എന്താ സംഭവിച്ച്, അതാ നോക്കിക്കേ, എ സൈൻ തീറ്റ ഡിവൈഡഡ് ബൈ എ സ്ക്വയർ കോമൺ ഇല്ലയോ, എ സ്ക്വയർ എന്ത് ചെയ്യാം, റൂട്ടിനകത്ത് ആ എ സ്ക്വയർ കോമൺ എടുക്കാം. എന്നിട്ട് ആ എ സ്ക്വയർ റൂട്ടിൽ നിന്ന് വെളിയിൽ എടുക്കുമ്പോൾ എന്താവും, എ ആവും. റൂട്ട് ഓഫ് ബാക്കി അവിടെ റൂട്ടിനകത്ത് ആരൊക്കെ ഉണ്ടായിരുന്നു, 1 മൈനസ് സൈൻ സ്ക്വയർ തീറ്റ വിച്ച് ഈസ് ഈക്വൽ ടു ടാൻ ഇൻവേഴ്സ് ഓഫ് എയും എയും എന്ത് ചെയ്യും, ക്യാൻസലായി പോവും. സൈൻ തീറ്റ ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് 1 മൈനസ് സൈൻ സ്ക്വയർ തീറ്റ എന്താടേ, കോസ് റൂട്ട് ഓഫ് കോസ് സ്ക്വയർ തീറ്റ, അല്ലെങ്കിൽ എന്താ കോസ് തീറ്റ. സോ സൈൻ തീറ്റ ബൈ കോസ് തീറ്റ എന്താവും, ടാൻ തീറ്റ ആവും, വിച്ച് ഈസ് ഈക്വൽ ടു എന്ത് വരും, തീറ്റ വരും. ഓക്കെ, തീറ്റ വരും. ഇനി നമുക്ക് തീറ്റ ആരാന്ന് കണ്ടുപിടിക്കണം, തീറ്റ ആരാന്ന് കണ്ടുപിടിക്കണം. ഞാനിവിടെ കൊടുത്തത് എന്താ, എച്ച് ഈക്വൽ ടു എന്താ കൊടുത്തത്, എ സൈൻ തീറ്റ കൊടുത്തത്. എന്താ കൊടുത്തത്, എച്ച് ഈക്വൽ ടു എ സൈൻ തീറ്റ കൊടുത്തത്. അങ്ങനെയാണെങ്കിൽ എനിക്ക് പറയാം സൈൻ തീറ്റ ഈസ് ഈക്വൽ ടു എന്താ, എച്ച് ബൈ എ, അല്ലെങ്കിൽ തീറ്റ ഈസ് ഈക്വൽ ടു എന്താ, സൈൻ ഇൻവേഴ്സ് എച്ച് ബൈ എ. ഓക്കെ, സോ ഇതിൻ്റെ ആൻസർ എന്താ, സൈൻ ഇൻവേഴ്സ് എച്ച് ബൈ എ. ഓക്കെ ഇല്ലയോ, ഓക്കെ ഓക്കെ. സോ ഈ എക്സ്പ്രഷൻ്റെ ആൻസർ എന്താ, അല്ലെങ്കിൽ ഇതിനെ ഏറ്റവും സിമ്പിളായിട്ട് അങ്ങനെ എഴുതാം, സൈൻ ഇൻവേഴ്സ് എച്ച് ബൈ എ. നോക്കാം, അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. ടാൻ ഇൻവേഴ്സ് ഓഫ് 3a സ്ക്വയർ എക്സ് മൈനസ് എക്സ് ക്യൂബ് ഡിവൈഡഡ് ബൈ എ ക്യൂബ് മൈനസ് 3a എക്സ് സ്ക്വയർ. ഇപ്പോൾ കുറേ ടേംസ് ഉണ്ടല്ലോ, നോക്കിയാൽ ഒന്ന് സൂക്ഷിച്ച് നോക്കിയാൽ നിങ്ങളൊന്ന് നോക്കിയേ. അതാണ്ടേ 3 ടാൻ തീറ്റ മൈനസ് ടാൻ ക്യൂബ് തീറ്റ ഡിവൈഡഡ് ബൈ 1 മൈനസ് 3 ടാൻ സ്ക്വയർ തീറ്റ. ആ സാധനം നമുക്കറിയാം അല്ലയോ, 3 ടാൻ ക്യൂബ് തീറ്റ മൈനസ് 3 ടാൻ തീറ്റ മൈനസ് 3 ടാൻ തീറ്റ മൈനസ് ടാൻ ക്യൂബ് തീറ്റ ഡിവൈഡഡ് ബൈ 1 മൈനസ് 3 ടാൻ സ്ക്വയർ തീറ്റ. ഈ സാധനം നമുക്കറിയാം എന്തായിരുന്നു, ടാൻ 3 തീറ്റ ആയിരുന്നു നമുക്കറിയാം. പക്ഷേ ഇവിടെ അങ്ങനെയാണ് വന്നേക്കുന്നത്. ഇത് ഇവിടെ എ സ്ക്വയർ ഇല്ലായിരുന്നെങ്കിൽ നമുക്ക് എക്സിന് സിമ്പിളായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ടാൻ തീറ്റ കൊടുത്തു കഴിഞ്ഞാൽ ഈ ഒരു ഫോർമാറ്റ് കിട്ടും ഇല്ലയോ. എക്സിന് വെറുതെ ടാൻ തീറ്റ കൊടുത്തു കഴിഞ്ഞാൽ 3 ടാൻ തീറ്റ മൈനസ് ടാൻ ക്യൂബ് തീറ്റ ഡിവൈഡഡ് ബൈ 1, എ ക്യൂബ് ഇല്ലായിരുന്നെങ്കിൽ എ 1 ആയിരുന്നെങ്കിൽ 1 മൈനസ് 3 ടാൻ സ്ക്വയർ തീറ്റ ഇങ്ങനെ കിട്ടിയാണ്. പക്ഷേ ഇവിടെ അങ്ങനെയാണോ, അങ്ങനെ അല്ല കണ്ടീഷൻ. ഇവിടെ എന്താ കിടക്കുന്നത്, ഇവിടെ എ കിടപ്പുണ്ട്. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മൾ നേരത്തെ തൊട്ട് മുന്നത്തെ പ്രോബ്ലത്തിൽ ചെയ്തില്ലയോ, അതേ പരിപാടി ഇവിടെ ചെയ്യാൻ പോവുക. എക്സിന് ഞാൻ എന്ത് കൊടുക്കാൻ പോവുക, എ ടാൻ തീറ്റ എന്ന് കൊടുക്കാൻ പോവുക. എന്ത് കൊടുക്കാൻ പോവുക, എ ടാൻ തീറ്റ. അങ്ങനെ ആയതാ എന്തോ ചെയ്യുന്നത്, ടാൻ ഇൻവേഴ്സ് ഓഫ് 3a സ്ക്വയർ ഇൻറ്റു എ ടാൻ തീറ്റ മൈനസ് എ ക്യൂബ് ടാൻ ക്യൂബ് തീറ്റ ദ ഹോൾ ഡിവൈഡഡ് ബൈ എ ക്യൂബ് മൈനസ് 3a ടാൻ തീറ്റ. എക്സിന് എ ടാൻ തീറ്റ കൊടുത്താൽ അപ്പോൾ എച്ച് സ്ക്വയർ എന്താവും, എ സ്ക്വയർ ടാൻ സ്ക്വയർ തീറ്റ. സോ എ സ്ക്വയർ ടാൻ സ്ക്വയർ തീറ്റ. ആൻസറിലെത്തി നമ്മളല്ലയോ, സിമ്പിളായിട്ടൊരു ഒറ്റ സബ്സ്റ്റിറ്റ്യൂഷനെ നമ്മൾ ഡയറക്റ്റ് ആൻസറിലോട്ട് എത്തുക. അതാ നോക്കിയേ, എ സ്ക്വയർ ഇൻറ്റു എ എന്തുണ്ട്, എ ക്യൂബ് ഉണ്ട്. ഇവിടെ ഒരു എ ക്യൂബ് ഉണ്ട്, താഴെ ഇവിടെ ഒരു എ ക്യൂബ് ഉണ്ട്, ഇവിടെ എ സ്ക്വയർ ഇൻറ്റു എ ക്യൂബ് ഉണ്ട് അല്ലയോ. അപ്പോൾ എല്ലാ ടൈമിൽ നിന്നും ആ എ ക്യൂബ് എന്ത് ചെയ്യാം, കോമൺ ആയിട്ട് എടുത്തിട്ട് എന്ത് ചെയ്യാം, ക്യാൻസൽ ചെയ്ത് കളയാം. അപ്പോൾ ബാക്കി എന്ത് വരും, എ ക്യൂബ് എല്ലാം ക്യാൻസലായി പോയി. ബാക്കി എന്തുകൊണ്ട്, 3 ടാൻ തീറ്റ അല്ലയോ. എ ക്യൂബ് ഇവിടുന്ന് പോയി 3 ടാൻ തീറ്റ മൈനസ് ടാൻ ക്യൂബ് തീറ്റ ഡിവൈഡഡ് ബൈ 1 മൈനസ് 3 ടാൻ സ്ക്വയർ തീറ്റ. ഓക്കെ, സിംപ്ലിഫൈ ചെയ്തതിനകത്തൊക്കെ എന്തെങ്കിലും സംശയം ഉണ്ടോ, എന്ത് ചെയ്യുക, തനിയെ ചെയ്ത് നോക്കുക. തനിയെ ആ കോമൺ എടുത്ത് ക്യാൻസൽ ചെയ്യുന്നതൊക്കെ തനിയെ ഒന്ന് ചെയ്ത് നോക്കുക. എന്നിട്ടും എന്തെങ്കിലും കൺഫ്യൂഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക, മെസ്സേജ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇനി ഇതെന്ത് കിട്ടും, ഈ സാധനം നമുക്ക് എന്തുവെന്നറിയാം, എന്താ, 3 ടാൻ 3 തീറ്റ അല്ലയോ, ഇത് ടാൻ 3 തീറ്റ. അപ്പോൾ ടാൻ ഇൻവേഴ്സ് ഓഫ് ടാൻ 3 തീറ്റ വിച്ച് ഈസ് ഈക്വൽ ടു എന്ത് വരും, 3 തീറ്റ. ഇനി നമ്മൾ സ്ഥിരം പരിപാടി എന്താ, 3 തീറ്റയ്ക്ക് പകരം എന്ത് കൊടുക്കുക, തീറ്റയ്ക്ക് പകരം നമ്മൾ ഇവിടുന്ന് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുക. തീറ്റ എന്താണ് ഇവിടെ,
തീറ്റ എന്താ നമ്മൾ എഴുതിയായിരുന്നു എക്സ് ഈസ് ഈക്വൽ ടു എ ടാൻ തീറ്റ അല്ലയോ. അങ്ങനെയാണെങ്കിൽ എക്സ് ബൈ എ ഈസ് ഈക്വൽ ടു എന്താ ടാൻ തീറ്റ, വിച്ച് ഇംപ്ലൈസ് തീറ്റ ഈസ് ഈക്വൽ ടു ടാൻ ഇൻവേഴ്സ് എക്സ് ബൈ എ. സോ വിച്ച് ഈസ് ഈക്വൽ ടു 3 ഇൻറ്റു ടാൻ ഇൻവേഴ്സ് എക്സ് ബൈ എ. ആൻസർ കിട്ടിയില്ലയോ? 3 ഇൻറ്റു ടാൻ ഇൻവേഴ്സ് എക്സ് ബൈ എ. ഓക്കെ, അപ്പോൾ ഇതിനെ സിംപ്ലിഫൈ ചെയ്ത് നമുക്ക് എന്ത് കിട്ടും? 3 ഇൻറ്റു ടാൻ ഇൻവേഴ്സ് എക്സ് ബൈ എ. ഈസി ആയിട്ട് ആൻസർ കിട്ടി. നോക്കാം, നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഫൈൻഡ് ദ വാല്യൂസ് ഓഫ് ഈച്ച് ഓഫ് ദ ഫോളോയിങ്. ഓക്കെ, നമുക്ക് ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട് 11 മുതൽ 15 വരെയുള്ളതിൻ്റെ എന്താ കണ്ടുപിടിക്കേണ്ടത്? വാല്യൂസ് കണ്ടുപിടിക്കണം. 11ഉം 12ഉം 13ഉം വാല്യൂസ് കണ്ടുപിടിക്കുക. 14ലും 15ലും ഇതിനകത്ത് എക്സിൻ്റെ വാല്യൂസ് കണ്ടുപിടിക്കുക. നോക്കാം, നമുക്ക് 11ാമത്തെ ക്വസ്റ്റ്യൻ എടുത്ത് നോക്കാം. ഈസിയാണ്, സിമ്പിളായിട്ട് ചെയ്യാം. എന്താ നോക്കിയേ, 2 sin tan inverse of 2 cos of 2 sin inverse 1/2. നമുക്ക് അതിനെ സ്പ്ലിറ്റ് ചെയ്ത് പതിയെ ഓരോ സ്റ്റെപ്പായിട്ട് ചെയ്യാം. അതാ നോക്കിയേ, ഇവിടെ sin inverse 1/2 എന്ന് പറഞ്ഞാൽ എന്താ? നമുക്കറിയാം sin inverse 1/2 എത്രയുടെ? sin inverse 1/2 സൈൻ്റെ ഏത് വാല്യൂനാണ് 1/2 കിട്ടുന്നത്? 1/2 കിട്ടുന്നത് 30 അല്ലയോ? 30 അല്ലെങ്കിൽ അതിനെ എന്ത് വിളിക്കാം? π/6. നമുക്കിവിടെ തന്നേക്കുന്നത് എന്താ? 2 sin inverse 1/2 അല്ലയോ? സോ 2 sin inverse 1/2 എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? 2 ഇൻറ്റു π/6 അല്ലെങ്കിൽ അതെന്താ? π/3 ആണ്. ഓക്കെ, π/3. അപ്പോൾ ഇതിനകത്ത് കിടക്കുന്ന ആ ടേം എന്താ വരും? π/3 എന്ന് വരും. അപ്പോൾ ടാൻ ഇൻവേഴ്സ് ഓഫ്, അതിനെ മാറ്റി എഴുതിയ ടാൻ ഇൻവേഴ്സ് ഓഫ് 2 cos π/3 ഇങ്ങനെ വരത്തില്ലയോ? വരും അല്ലയോ? നമ്മൾ എന്ത് ചെയ്തത്? ആ 2 sin inverse 1/2നെ ഞാൻ എന്ത് ചെയ്തു? π/3 എന്ന് എഴുതി. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇതാണ്ടേ ബാക്കി എന്ത് ചെയ്യുക ഇനി? cos π/3 എന്ന് പറഞ്ഞാൽ എത്ര? cos π/3 cos 1/2 അല്ലയോ? അപ്പോൾ ടാൻ ഇൻവേഴ്സ് ഓഫ് 2 ഇൻറ്റു 1/2 വിച്ച് ഈസ് ഈക്വൽ ടു ടാൻ ഇൻവേഴ്സ് 1. ടാൻ ഇൻവേഴ്സ് 1 എത്ര അടേ? ടാൻ ഇൻവേഴ്സ് 1 എന്ന് പറഞ്ഞാൽ π/4. ടാൻ്റെ ഏത് വാല്യൂനാണ് 1 കിട്ടുന്നത്? π/4. സോ ടാൻ ഇൻവേഴ്സ് 1 എന്ന് പറഞ്ഞാൽ π/4. അപ്പോൾ 11 നമ്മൾ ഈസി ആയിട്ട് ചെയ്തു. 11ൻ്റെ ആൻസർ എന്താ? 11ൻ്റെ ആൻസർ π/4. അങ്ങനെ ഇതാ നോക്കിയാൽ 12ാമത്തെ ക്വസ്റ്റ്യൻ നോക്കിയാൽ 12ാമത്തെ ക്വസ്റ്റ്യൻ കോട്ട് ഓഫ് ടാൻ ഇൻവേഴ്സ് എ പ്ലസ് കോട്ട് ഇൻവേഴ്സ് എ. ഓക്കെ, ഈസി ആയിട്ട് ആൻസർ ചെയ്യാം. എന്താ നോക്കിയേ, ടാൻ ഇൻവേഴ്സ് എ പ്ലസ് കോട്ട് ഇൻവേഴ്സ് എ. എന്തോ ആയിക്കോട്ടെ, ടാൻ ഇൻവേഴ്സ് എക്സ് പ്ലസ് കോട്ട് ഇൻവേഴ്സ് എക്സ് എന്ന് പറഞ്ഞ സാധനം എന്താ π/2. നമുക്കറിയാം അല്ലയോ? ടാൻ ഇൻവേഴ്സ് എക്സ് പ്ലസ് കോട്ട് ഇൻവേഴ്സ് എക്സ് എന്താ? π/2. സോ അതെന്താ കണ്ടുപിടിക്കാൻ ചോദിച്ചിരിക്കുന്നത്? കോട്ട് π/2 കണ്ടുപിടിക്കാൻ ചോദിച്ചിരിക്കുന്നത്. കോട്ട് π/2 എന്ന് പറഞ്ഞാൽ എത്ര? കോട്ട് എന്ന് പറയുമ്പോൾ cos π/2 ബൈ സൈൻ π/2. cos π/2 എന്താ? cos 90 0 ആയി പോയില്ലയോ? സോ 0 ഡിവൈഡഡ് ബൈ 1 എന്ന് വരും. നമുക്ക് ആൻസർ എന്ത് വരും? 0. ഓക്കെ. സോ നോക്കാം, അങ്ങനെ ഇതാണ്ട് അടുത്ത ക്വസ്റ്റ്യൻ 12 കഴിഞ്ഞു. നമുക്ക് അടുത്ത ഇനി എന്താ? 13 നോക്കാം. 13 എന്താ ചോദിച്ചേക്കുന്നത്? നോക്കാം, നമുക്കത് അടുത്തൊരു പേജിലോട്ട് ചെയ്യാം. നോക്കിക്കോട്ടെ, ഇവിടെ എന്താ ചോദിച്ചേക്കുന്നത്? ടാൻ 1/2 ഇൻറ്റു സൈൻ ഇൻവേഴ്സ് ഓഫ് 2x ബൈ 1 പ്ലസ് എച്ച് സ്ക്വയർ പ്ലസ് കോസ് ഇൻവേഴ്സ് ഓഫ് 1 മൈനസ് വൈ സ്ക്വയർ ഡിവൈഡഡ് ബൈ 1 പ്ലസ് വൈ സ്ക്വയർ. ഓക്കെ, ഇപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ചെയ്യാൻ വിത്തിൻ സെക്കൻഡ്സ് നമുക്ക് ശരിക്കും പറഞ്ഞാൽ ആൻസർ ചെയ്യാൻ പറ്റും. എങ്ങനെയാ? ഇതാ നോക്കിയാൽ നമ്മൾ ഈ റിസൾട്ട് പഠിച്ചിട്ടുള്ളത് അല്ലയോ? 2 ടാൻ ഇൻവേഴ്സ് എക്സിൻ്റെ സൈൻ ഇൻവേഴ്സിലുള്ള ഫോം ആണെന്ന് തോന്നുന്നു. സൈൻ ഇൻവേഴ്സ് 2x ഡിവൈഡഡ് ബൈ 1 പ്ലസ് എച്ച് സ്ക്വയർ ആണ്. ഈ 2 ടാൻ ഇൻവേഴ്സിൻ്റെ തന്നെ കോസ് ഇൻവേഴ്സിലുള്ള ഫോം ആണെന്ന് തോന്നുന്നു. കോസ് ഇൻവേഴ്സ് ഓഫ് 1 മൈനസ് എച്ച് സ്ക്വയർ ബൈ 1 പ്ലസ് എച്ച് സ്ക്വയർ അല്ലയോ? അല്ലയോ? 2 ടാൻ ഇൻവേഴ്സ് എക്സിൻ്റെ ഇവിടെ കോസ് വൈ ആണ് വന്നേക്കുന്നത്. സോ നമുക്ക് എന്ത് വിളിക്കാം? 2 ടാൻ ഇൻവേഴ്സ് വൈയുടെ ആണെന്ന് പറയാം. ഓക്കെ, വൈ കൊടുക്കാം. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ സിമ്പിളായിട്ട് എന്ത് ചെയ്ത് നിങ്ങൾക്ക് ആൻസർ കിട്ടിക്കഴിഞ്ഞില്ലയോ? ടാൻ 1/2 ഇൻറ്റു ഇതിനെ എങ്ങനെ എഴുതാം? 2 ടാൻ ഇൻവേഴ്സ് എക്സ് എന്ന് എഴുതാം അല്ലയോ? 2 ടാൻ ഇൻവേഴ്സ് എക്സ് പ്ലസ് ഇതിനെ എങ്ങനെ എഴുതാം? ഇതിനെ നമുക്ക് 2 ടാൻ ഇൻവേഴ്സ് വൈ എന്ന് എഴുതാം അല്ലയോ? 2 ടാൻ ഇൻവേഴ്സ് വൈ വിച്ച് ഈസ് ഈക്വൽ ടു 2 അകത്തോട്ട് കയറ്റാമല്ലോ. ആ 1/2നെ മൊത്തത്തിൽ എന്ത് ചെയ്യാം? അകത്തോട്ട് കയറ്റാം. അങ്ങനെ ആണെങ്കിൽ അകത്തോട്ട് കയറ്റുമ്പോൾ 2 എല്ലാം എന്ത് ചെയ്യും? ക്യാൻസൽ ആയി പോകും. എന്ത് വരും? ടാൻ ഓഫ് ടാൻ ഇൻവേഴ്സ് എക്സ് പ്ലസ് ടാൻ ഇൻവേഴ്സ് വൈ വിച്ച് ഈസ് ഈക്വൽ ടു ടാൻ ഓഫ് ടാൻ ഇൻവേഴ്സ് എക്സ് പ്ലസ് ടാൻ ഇൻവേഴ്സ് വൈ. എന്തുവാ നമ്മൾ റിസൾട്ട് പഠിച്ചിട്ടുണ്ട്? എന്താ? 2 ടാൻ ഇൻവേഴ്സ് എക്സ് പ്ലസ് വൈ ഡിവൈഡഡ് ബൈ 1 മൈനസ് എക്സ് വൈ അല്ലയോ? ടാൻ ഇൻവേഴ്സ് എക്സ് പ്ലസ് ടാൻ ഇൻവേഴ്സ് വൈ നമുക്ക് എങ്ങനെ എഴുതാം? ടാൻ ഇൻവേഴ്സ് ഓഫ് എക്സ് പ്ലസ് വൈ ഡിവൈഡ് ബൈ 1 മൈനസ് എക്സ് വൈ വിച്ച് ഈസ് ഈക്വൽ ടു ടാൻ ഇൻവേഴ്സും ടാനും കൂടെ പോവും. നമുക്ക് ബാക്ക് ആൻസർ എന്ത് വരും? എക്സ് പ്ലസ് വൈ ഡിവൈഡ് ബൈ 1 മൈനസ് എക്സ് വൈ. ഈസി ആയിട്ട് ചെയ്തുകൂടെ? ഈസി ആയിട്ട് ചെയ്യാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ
ഇഫ് സൈൻ ഓഫ് സൈൻ ഇൻവേഴ്സ് 1/5 പ്ലസ് കോസ് ഇൻവേഴ്സ് എക്സ് ഈസ് ഈക്വൽ ടു 1 ഫൈൻഡ് ദ വാല്യൂ ഓഫ് എക്സ്. ഓക്കെ, എക്സ് കണ്ടുപിടിക്കാനാണ് പറഞ്ഞേക്കുന്നത്. നമുക്കറിയാം സൈൻ ഓഫ് ഏത് ആംഗിൾ വന്നാലും നമുക്ക് 1 കിട്ടുന്നത്. സൈൻ 90 നമുക്ക് എന്ത് കിട്ടും? 1 കിട്ടുമല്ലേ? സൈൻ 90 നമുക്ക് എന്ത് കിട്ടുന്നത്? 1 കിട്ടുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് പറഞ്ഞുകൂടെ സൈൻ ഇൻവേഴ്സ് ഓഫ് 1/5 പ്ലസ് കോസ് ഇൻവേഴ്സ് ഓഫ് എക്സ് എന്ന് പറയുന്നത് എന്തായിരിക്കും? 90 ആയിരിക്കും. 90 എന്ന് പറഞ്ഞാൽ എത്ര? അത് π/2 ആയിരിക്കും, അല്ലയോ? 90 എന്ന് പറഞ്ഞാൽ എത്ര? അത് π/2 ആയിരിക്കും. സോ സൈൻ ഇൻവേഴ്സ് എക്സ് പ്ലസ് കോസ് ഇൻവേഴ്സ് എക്സ് ഈസ് ഈക്വൽ എന്തോന്ന് വന്ന്? π/2 എന്ന് വന്നു. ഈ റിസൾട്ട് നമ്മൾ അല്ലാതെ നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലയോ? സൈൻ ഇൻവേഴ്സ് എക്സ് പ്ലസ് കോസ് ഇൻവേഴ്സ് എക്സ് ഈസ് ഈക്വൽ ടു എന്താ? π/2 ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് പറയാം കോസ് ഇൻവേഴ്സ് എക്സ്, ഈ എക്സും എന്ത് തന്നെ ആവണം? 1/5 തന്നെ ആവണം, അല്ലയോ? അങ്ങനെയാണെങ്കിൽ സൈൻ ഇൻവേഴ്സ് എക്സ് പ്ലസ് കോസ് ഇൻവേഴ്സ് എക്സ് ഈസ് ഈക്വൽ ടു എന്തെന്ന് വരും? π/2 എന്ന് വരും, അല്ലയോ? ഇവിടെ എക്സ് ആണെങ്കിൽ കോസിന് എക്സ്, അങ്ങനെയാണെങ്കിൽ ഇവിടെ 1/5 ആണെങ്കിൽ ഈ എക്സും എന്ത് തന്നെയാണ്? 1/5. സോ നമുക്ക് എന്ത് കിട്ടും? എക്സ് ഈസ് ഈക്വൽ ടു 1/5 എന്ന ആൻസർ എഴുതാം. ഓക്കെ, അപ്പോൾ ഈ MCQ ടൈപ്പ് ക്വസ്റ്റ്യൻസിലൊക്കെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ഏത് രീതിയിൽ സോൾവ് ചെയ്യണം? ഈ രീതിയിൽ സോൾവ് ചെയ്യാൻ പഠിക്കണം. ഓക്കെ, അപ്പോൾ ഈസി ആയിട്ട് സോൾവ് ചെയ്യാം. നമുക്കിത് കാണുമ്പോൾ അറിയാം സൈൻ 90 ആണ് 1 എന്ന് നമുക്കറിയാം. സോ ഈ അകത്ത് കിടക്കുന്ന വാല്യൂ എന്തായിട്ട് നമുക്ക് എടുക്കാം? 90 ആണെന്ന്, അല്ലെങ്കിൽ π/2 ആണെന്ന് പറഞ്ഞ് നമുക്ക് എടുക്കാം. ഓക്കെ, ഇനി ഇതല്ലാതെ സോൾവ് ചെയ്യുന്നത് എങ്ങനെ? ഇതല്ലാതെ നമുക്ക് വേറെ ഏതെങ്കിലും മാർഗ്ഗമുണ്ടോ സോൾവ് ചെയ്യാൻ? വേറൊരു മാർഗ്ഗമുണ്ട് നമുക്കിത് സോൾവ് ചെയ്യാൻ. കുറച്ച് ലെങ്തി മെത്തേഡാണ്. നമുക്ക് എന്ത് ചെയ്യാം? സൈൻ ഓഫ് a പ്ലസ് ബി എന്ന് നടക്കുമല്ലേ ഇത്? നമുക്ക് അതിനെ എന്ത് ചെയ്യാം? എക്സ്പാൻഡ് ചെയ്യാം. സൈൻ എ കോസ് ബി പ്ലസ് കോസ് എ സൈൻ ബി എന്നുള്ള രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാം? എക്സ്പാൻഡ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം? വർക്കൗട്ട് ചെയ്യാം. അപ്പോൾ അങ്ങനെ എക്സ്പാൻഡ് ചെയ്ത് വർക്കൗട്ട് ചെയ്ത് തനിയെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്തിട്ട് കിട്ടുന്നില്ലെങ്കിൽ എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക? മെസ്സേജ് അയയ്ക്കുക. ഓക്കെ, അപ്പോൾ എപ്പോഴും പറയുന്നത് പോലെ അത് കിട്ടിയില്ലെങ്കിൽ എന്ത് ചെയ്യുക? പറയുക. എനിവേ, എന്തായാലും ആ ഒരു ക്വസ്റ്റ്യൻ, ഈ ഒരു ക്വസ്റ്റ്യൻ വേറൊരു മെത്തേഡ് ചെയ്യാമെന്ന് ഞാൻ പറഞ്ഞു. ആ ഒരു മെത്തേഡിൽ നമുക്ക് എന്ത് ചെയ്യാം? ഒരു അടുത്ത ക്ലാസ്സിലോ അല്ലെങ്കിൽ അതിൻ്റെ അടുത്ത ക്ലാസ്സിലോ ആയിട്ട് നമുക്ക് ക്വസ്റ്റ്യൻ ഡിസ്കഷൻ ഇനിയുണ്ട്. ക്വസ്റ്റ്യൻ ഡിസ്കഷൻ അപ്പോൾ ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ ഡിസ്കഷൻ്റെ കൂടെ തൊട്ടടുത്ത ക്ലാസ്സിൽ തന്നെ നമുക്ക് മിസ്സലേനിയസ് ഒക്കെ വർക്കൗട്ട് ചെയ്യുന്നതിൻ്റെ കൂട്ടത്തിൽ ഞാൻ ആദ്യം എന്ത് ചെയ്യാം? ഇത് ആ രീതിയിലും കൂടെ ചെയ്ത് സോൾവ് ചെയ്തൊന്ന് കാണിച്ചു തരാം. ഓക്കെ, സോ നോക്കാം. അങ്ങനെ അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കിയേ. ഇവിടെ എന്താ ചോദിച്ചേക്കുന്നത്? ഇവിടെ ടാൻ ഇൻവേഴ്സ് ഓഫ് എക്സ് മൈനസ് 1/x-2 പ്ലസ് ടാൻ ഇൻവേഴ്സ് ഓഫ് എക്സ് പ്ലസ് 1/x+2 ഈസ് ഈക്വൽ ടു π/4. ഓക്കെ, നമുക്ക് പ്രോപ്പർട്ടി അപ്ലൈ ചെയ്യാം. നമുക്ക് എക്സിൻ്റെ വാല്യൂ കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? പ്രോപ്പർട്ടി അപ്ലൈ ചെയ്താൽ മതി. ടാൻ ഇൻവേഴ്സ് ഓഫ് എക്സ് പ്ലസ് ടാൻ ഇൻവേഴ്സ് ഓഫ് വൈ എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? ടാൻ ഇൻവേഴ്സ് ഓഫ് എക്സ് പ്ലസ് വൈ ഡിവൈഡഡ് ബൈ 1 - xy, അല്ലേ? അങ്ങനെ ഇതാ നോക്കിയേ, ഇവിടെ എന്താ കൊടുക്കുക? നമുക്ക് ടാൻ ഇൻവേഴ്സ് എക്സ്, ഇവിടെ എക്സിന് പകരം വന്നേക്കുന്നത് ഇത്രയും ടൈം, വൈക്ക് പകരം വന്നേക്കുന്നത് ഇത്രയും ടൈം. അങ്ങനെ നമുക്ക് ഇതിനെ എങ്ങനെ എഴുതാം? ടാൻ ഇൻവേഴ്സ് ഓഫ് എക്സ്, ഇത് വൈ, എക്സ് പ്ലസ് വൈ, അല്ലയോ? അതായത് x-1/x-2 പ്ലസ് എക്സ് പ്ലസ് 1/x+2 ദ ഹോൾ ഡിവൈഡഡ് ബൈ 1 - x y, അല്ലേ? 1 - x y. 1 - എക്സിന് പകരം എന്ത് കൊടുക്കും? x-1/x-2 ഇൻറ്റു x+1 ഇൻറ്റു x+2. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യാം? സിംപ്ലിഫൈ ചെയ്യാം. ടാൻ ഇൻവേഴ്സ് ഓഫ് നമുക്ക് എന്ത് ചെയ്യാം? ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തേക്കെ. x-1 ഇൻറ്റു x+2 പ്ലസ് x+1 ഇൻറ്റു x-2 ഡിവൈഡഡ് ബൈ x-2 ഇൻറ്റു x+2 ദ ഹോൾ ഡിവൈഡഡ് ബൈ താഴെ എന്തുകൊണ്ട്? x-2 ഇൻറ്റു x+2 മൈനസ് x-1 ഇൻറ്റു x+1 ദ ഹോൾ ഡിവൈഡഡ് ബൈ x-2 ഇൻറ്റു x+2. ഓക്കെ ആണേ? ഓക്കെ, വിച്ച് ഈസ് ഈക്വൽ ടു ടാൻ ഇൻവേഴ്സ് ഓഫ്, ബാക്കി എന്തുകൊണ്ട്? നമുക്കിത് ക്യാൻസൽ ചെയ്ത് കളയാം, അല്ലേ? x-2 ഇൻറ്റു x+2 രണ്ടിടത്തുനിന്ന് ഡിനോമിനേറ്ററിൽ നമുക്ക് കട്ട് ചെയ്ത് കളയാം. ബാക്കി എന്തുകൊണ്ട്? ബാക്കി x-1 ഇൻറ്റു x+2 പ്ലസ് x+1 ഇൻറ്റു x-2 നമുക്ക് എക്സ്പാൻഡ് ചെയ്യാം. എക്സ്പാൻഡ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? x² പ്ലസ് 2x മൈനസ് x, അല്ലയോ? നമുക്ക് എക്സ്പാൻഡ് ചെയ്ത് ഞാനെങ്കിൽ എഴുതിത്തരാം. x² പ്ലസ് 2x മൈനസ് x² പ്ലസ് 2x മൈനസ് x മൈനസ് 2 പ്ലസ് ഇത് എക്സ്പാൻഡ് ചെയ്യുമ്പോഴോ x² മൈനസ് 2x മൈനസ് x, x² മൈനസ് 2x പ്ലസ് x മൈനസ് 2x പ്ലസ് x മൈനസ് x മൈനസ് 2. ഓക്കെ, ദ ഹോൾ ഡിവൈഡ് ബൈ താഴെ എന്ത് വരും? x-2 ഇൻറ്റു x+2 x² മൈനസ് 4, അല്ലേ? a+b ഇൻറ്റു a മൈനസ് b a² മൈനസ് b². ഇവിടെ അത് തന്നെ a+b ഇൻറ്റു a മൈനസ് b a² മൈനസ് b².
മൈനസ് എച്ച് സ്ക്വയർ മൈനസും കൂടെ അകത്തോട്ട് വരുമ്പോൾ എന്താവും എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ മൈനസ് 1 സ്ക്വയർ എന്താവും +1 ആവും +1. ഓക്കെ, മൈനസ് അകത്തോട്ട് വരുമ്പോൾ ഈ മൈനസ് നമ്മൾ എന്ത് ചെയ്യണം എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ എന്ന് എഴുതിയിട്ട് ഈ മൈനസിനെ നമ്മൾ എന്ത് ചെയ്യണം അതിൻ്റെ ഉള്ളിലോട്ട് എടുക്കണം. ഓക്കെ, അപ്പോൾ എത്രയും കിട്ടി വിച്ച് ഈസ് ഈക്വൽ ടു ടാൻ ഇൻവേഴ്സ് ഓഫ്. ഇനി നമുക്ക് ക്യാൻസൽ ചെയ്ത് കളയാൻ നമുക്ക് എന്തൊക്കെ ഉണ്ടെന്ന് നോക്കാം. എച്ച് സ്ക്വയർ ഇവിടെ ക്യാൻസൽ ചെയ്യും. ഇവിടെ -4 + 1 അതെന്താവും -3 ആവും ഡിവൈഡഡ് ബൈ മുകളിൽ എന്തൊക്കെയുണ്ട് എച്ച് സ്ക്വയർ 2h² ഉണ്ട്. പിന്നെന്തുകൊണ്ട് +2h -h +2h -2h ഉണ്ട് അല്ലയോ. അപ്പോൾ അത് ക്യാൻസലായിപ്പോയി. -2 -4. ഓക്കെ, വിച്ച് ഈസ് ഈക്വൽ ടു എന്തെന്ന് കിട്ടിയിട്ടുണ്ട് നമുക്ക്, എന്തെന്ന് തന്നിട്ടുണ്ട് നമുക്ക് π/4 എന്ന് തന്നിട്ടുണ്ട്. സോ tan π/4 എത്രയാടേ, ടാൻ ഇൻവേഴ്സ് ഈ സാധനം എന്താണ് തന്നിട്ടുണ്ട് π/4 തന്നിട്ടുണ്ട്. സോ tan π/4 എത്ര 1 അല്ലേ. അങ്ങനെ നമുക്ക് എഴുതാം 2h² -4 ഡിവൈഡഡ് ബൈ -3 ഈസ് ഈക്വൽ ടു എന്താ 1. അല്ലെങ്കിൽ നമുക്ക് പറയാം 2h² -4 ഈസ് ഈക്വൽ ടു എന്താ -3. അല്ലെങ്കിൽ 2h² -4 +3 അല്ലയോ. അതായത് 2h² -1 ഈസ് ഈക്വൽ ടു 0. നമുക്ക് കിട്ടും h ഈസ് ഈക്വൽ ടു എന്താ +or -1/√2. ഈസി ആയിട്ട് ആൻസർ കിട്ടത്തില്ലയോ, ഈസി ആയിട്ട് കിട്ടും. ഓക്കെ.